കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയത്തും നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധാനത്തിലായിരിക്കാനിടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ 3 ആഴ്ചകളായി യേശുക്രിസ്തു എന്ന വ്യക്തിത്വത്തെക്കുറിച്ച് ചുരുക്കം ചില കാര്യങ്ങൾ നാം ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഇത്രയും അത്യുന്നതമായ, ഇത്രയും അത്യഗാധമായ ഒരു വിഷയത്തെ പരിമിതമായ സമയത്തിനുള്ളിൽ നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ലെങ്കിലും ആ അമ്പരപ്പിക്കുന്ന മഹത്വത്തിൻ്റെ മുൻപാകെ അല്പസമയം ഇരിപ്പാൻ കഴിയുന്നു എന്നുള്ളത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞ് അവസാനിപ്പിച്ച വേദഭാഗം യേശുക്രിസ്തുവിൻ്റെ ആസ്തിക്യം എന്നുള്ള വിഷയമായിരുന്നു. അതിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് നാം ഓർക്കണം എന്ന് വിചാരിച്ചത്. അതിൽ ആദ്യമായിട്ട് നാം ഓർത്ത കാര്യം, അവൻ തൻ്റെ ജനനത്തിന് മുൻപ് ഉള്ളവൻ ആയിരുന്നു എന്ന വസ്തുതയാണ്. പൂർവ ആസ്തിക്യം, അതായത് ജനനത്തിന് മുൻപ് അവനുണ്ടായിരുന്നു എന്നുള്ള വിലയേറിയ വസ്തുതയാണ്. അതിൽ ചില വാക്യങ്ങൾ നാം ഓർക്കുകയുണ്ടായി. ഞാൻ ആ വാക്യങ്ങളിലേക്ക് ഇനി കടന്നു പോകുന്നില്ല. എന്നാൽ ഒടുവിൽ പറഞ്ഞു നിർത്തിയത് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ്. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. അവൻ മറ്റൊരു സ്ഥലത്തുണ്ടായിരുന്നു. തൻ്റെ ലക്ഷ്യം സാധിപ്പിക്കുവാൻ അവൻ ഈ ലോകത്തിൽ വന്നു എന്നുള്ള വാക്യമാണ് നാം വായിച്ച് കഴിഞ്ഞ ആഴ്ച അവസാനിപ്പിക്കുവാൻ ഇടയായത്. യോഹന്നാൻ സ്നാപകനേക്കാൾ ലോകജീവിതത്തിൽ 6 മാസം ഇളപ്പമുള്ള യേശു കർത്താവ് യോഹന്നാൻ സ്നാപകന് മുൻപുണ്ടായിരുന്നവനാണ് എന്ന് നാം വായിച്ചു. അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി കാലക്രമമനുസരിച്ച് പറഞ്ഞാൽ യേശുക്രിസ്തു ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ആളാണ്. പക്ഷേ കർത്താവ് പറഞ്ഞു, അബ്രഹാമിന് മുൻപ് ഞാൻ ഉണ്ട്. ആ നിലയ്ക്ക് താൻ ഈ ലോകത്തിൽ ജനിക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്നു എന്ന വസ്തുത തിരുവെഴുത്ത് അസന്നിഗ്ധമായിട്ട് വെളിപ്പെടുത്തുകയാണ്. ഞാൻ ഒരു വാക്യവും കൂടെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിനോട് ചേർത്ത് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം ഏവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. വേദപുസ്തകത്തിലേക്കും പ്രധാനപ്പെട്ട വാക്യം എന്നാണ് പലരും ആ വാക്യത്തെക്കുറിച്ച് വിചാരിക്കുന്നത്. ദൈവസ്നേഹത്തിൻ്റെ നിസ്തുലതയെ നമ്മുടെ കർത്താവ് തന്നെ അവിടെ വെളിപ്പെടുത്തുകയായിരുന്നു. എന്നാൽ അതിൻ്റെ 16-ാമത്തെ വാക്യം കഴിയുമ്പോൾ, 17-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് അവൻ്റെ സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത. ആ വാക്യം ചൂണ്ടിക്കാണിക്കുന്നത്, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ഇത് ലോകത്തിൽ ഉണ്ടായിട്ടുള്ള അവതാരങ്ങൾ, ഞാനതിനെ ഒരു വിമർശന ബുദ്ധിയെ സമീപിക്കുകയല്ല. അങ്ങനെ അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അവതാരങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നല്ലവരെ സ്വീകരിക്കുക, ശിഷ്ടന്മാരെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അല്ലാത്തവരെയൊക്കെ ഇല്ലാതാക്കുക, ദുഷ്ടന്മാരായിരിക്കുന്ന ആളുകളെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ആ അവതാര ലക്ഷ്യം സാധിപ്പിച്ചിട്ടുള്ള ഒരു അവതാരവും ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ നാം ആരും ഈ ലോകത്തിൽ കാണുമായിരുന്നില്ല. ദുഷ്ടന്മാരായി പാപികളായി ജീവിച്ച മനുഷ്യവർഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവതാരം സംഭവിക്കുന്നത് എന്ന് വരികിൽ, അങ്ങനെ ഒരു അവതാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാനവരാശി ഒന്നടങ്കം ഇല്ലാതെ പോകേണ്ടതാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരത്തെക്കുറിച്ച് താൻ തന്നെ പറഞ്ഞ കാര്യം, താൻ വന്നത് ലോകത്തെ വിധിപ്പാനല്ല. അതായത് ഏതെങ്കിലും കാലത്ത് ദൈവം ലോകത്തെ സന്ദർശിച്ചാൽ അവൻ ചെയ്യേണ്ട കാര്യം ഈ ലോകത്തെ നശിപ്പിക്കുകയാണ്, ഈ ലോകത്തില്ലായ്മ ചെയ്യണം. കാരണം അവൻ്റെ വിശുദ്ധിയുടെ മുൻപാകെ ലോകത്തിന് നിൽപ്പാൻ കഴിയുകയില്ല. ലോകത്തെ വിധിക്കണം, ലോകത്തെ ന്യായവിധിയിലേക്ക് വിടേണ്ടതാണ്. പക്ഷേ കർത്താവ് പറഞ്ഞു,
ദൈവം തൻ്റെ മകനെ അയച്ചത് ലോകത്തെ വിധിക്കുവാനല്ല, മറിച്ച് ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനായിട്ടാണ്. ഇത് ക്രിസ്തുവിൻ്റെ അവതാരത്തിൻ്റെ ഏറ്റവും മനോഹരമായ ശ്രേഷ്ഠമായ വശമായിട്ട് കർത്താവ് ചൂണ്ടിക്കാണിക്കുകയാണ്. ആ വാക്യത്തിലും ഞാൻ പറഞ്ഞത്, ദൈവം തൻ്റെ മകനെ അയച്ചു എന്ന് പറഞ്ഞാൽ തന്നോടുകൂടെ ഉണ്ടായിരുന്ന, തന്നോടുകൂടെ വസിച്ചിരുന്ന, തൻ്റെ മടിയിൽ ഇരുന്ന ആ മകനെ അവിടെ നിന്ന് ഈ ലോകത്തിലേക്ക് അവൻ അയച്ചു എന്നാണ് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന കാര്യം, അത് ക്രിസ്തുശാസ്ത്രത്തിലെ ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. പക്ഷേ അതിനെ അങ്ങനെ പറഞ്ഞു പോകാനും എനിക്ക് താല്പര്യമില്ല. എങ്കിലും ആ വാക്യം വായിച്ചപ്പോൾ ഒരു വല്ലാത്ത അത്ഭുത ആദരവ് കർത്താവിനോട് തോന്നുവാൻ ഇടയായി. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ അവൻ ഇങ്ങോട്ട് വരികയായിരുന്നു. ദാസരൂപം എടുത്ത് തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അതായത് അത്യുന്നതമായ മഹത്വത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ യാത്ര തീരുന്നത് മരണത്തോളം, ക്രൂശിലെ മരണത്തോളമാണ്. അതിനടിയിലേക്ക് താഴാൻ സാധ്യമല്ല. പാപിയുടെ മേലുള്ള ന്യായവിധി വഹിച്ച് ദൈവകുഞ്ഞാട് മരിക്കുന്ന അവിടെ ആ യാത്രയുടെ ഏറ്റവും താഴെയുള്ള രംഗമാണ്. ഇനി താഴാൻ അവന് സാധ്യമല്ല. മരണമെന്ന് പറയുന്നത് ദൈവത്തിന് അസാധ്യമാണ്. നമുക്കറിയാമല്ലോ, ക്രിസ്തു എന്ന് പറയുന്ന ആ വ്യക്തിയെ നാം കാണുമ്പോൾ, ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന കാര്യവും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യവും ഒരേ വിഷയമാണ്. അവൻ മനുഷ്യ ദൈവമല്ല. ഇന്ന് ലോകത്തിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട്, മനുഷ്യർ ദൈവമാണ് എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ക്രിസ്തു ദൈവ മനുഷ്യനാണ്. അവൻ സാക്ഷാൽ ദൈവമാണ്, പക്ഷെ അവൻ മനുഷ്യനായിട്ട് ഇവിടെ വന്നവനാണ്. ദൈവം മനുഷ്യത്വത്തിലേക്ക് വന്നവനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. എന്നാൽ അവൻ്റെ ഈ രണ്ട് സ്വഭാവത്തിലും, രണ്ട് പ്രകൃതിയിലും യേശുക്രിസ്തുവിന് മരിക്കുവാൻ സാധ്യമല്ല. അതായത് അവൻ ദൈവമാണെങ്കിൽ അവന് മരണമില്ല, അവൻ മനുഷ്യനാണെങ്കിലും അവന് മരിക്കാൻ കഴിയുകയില്ല. ഞാനത് ഒരു വാക്കിൽ വിശദീകരിച്ചു പോകാം. നമുക്കറിയാം, ദൈവത്തിന് മരിപ്പാൻ കഴിയുകയില്ല. ദൈവം അമരനാണ്, ദൈവം എന്നേക്കും ഇരിക്കുന്നവനാണ്. ദൈവത്തിന് മരിക്കാൻ കഴിയുകയില്ല, അത് ഒരു വസ്തുതയാണ്. അപ്പോൾ പിന്നെ അതങ്ങ് വിടാം, നമുക്കറിയാവുന്ന കാര്യമാണ്. ദൈവം എന്നേക്കും നിൽക്കുന്നവനാണ്. ഇനി മറുവശത്ത് അവൻ്റെ മനുഷ്യത്വത്തിൽ അവന് മരിക്കാമോ എന്ന് ചോദിച്ചാൽ, മനുഷ്യനായതുകൊണ്ട് മരിക്കാം എന്ന് പറയാം, പക്ഷേ അവന് മരിക്കാൻ കഴിയുകയില്ല. കാരണം എന്താ? വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നത് പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. പാപം ചെയ്യുന്ന ദേഹി മരിക്കും, ഇതാണ് പ്രമാണം. എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ യേശുക്രിസ്തു എന്ന വ്യക്തിയെ നാം കാണുമ്പോൾ പാപത്തിൻ്റെ യാതൊരു കളങ്കവുമില്ലാതെ നിൽക്കുന്നത് കൊണ്ട് അവൻ്റെ മനുഷ്യത്വത്തിലും അവന് മരിക്കാൻ സാധ്യമല്ല. കാരണം പാപമില്ലാത്തത് കൊണ്ട് ആ മനുഷ്യത്വത്തിൽ മരിപ്പാൻ കഴിയുകയില്ല. യേശുക്രിസ്തുവിനെ കാൽവരിയിലെ മരണത്തിൻ്റെ ഒരു പ്രത്യേകത, പുനരുത്ഥാനത്തിലാണ് നാം അത്ഭുതത്തെ പലപ്പോഴും ഓർക്കുന്നത്. അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ശരിയാണ്. പക്ഷെ മരിക്കാൻ കഴിയാത്തവൻ മരിച്ചു എന്ന് പറയുന്നത് കാൽവരിയിലെ മരണത്തെ വ്യതിരിക്തമാക്കുന്ന ഒരു വിഷയമാണ്. മരിപ്പാൻ കഴിയുകയില്ല. ചില ക്രൈസ്തവ പ്രാർത്ഥനകൾ, ഒരുപക്ഷെ നിങ്ങളിൽ പലരും അതൊക്കെ പ്രാർത്ഥിച്ചിട്ടുള്ളവരാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയിൽ ബലവാനെ നീ പരിശുദ്ധനാകുന്നു, കുറ്റമില്ലാത്തവനെ നീ പരിശുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. എത്രയും സുവ്യക്തമായിരിക്കുന്ന ഒരു വാക്കാണിത്. അവൻ പാപമില്ലാത്തത് കൊണ്ട് അവൻ മരണമില്ലാത്തവനാണ്. പക്ഷെ അടുത്ത വാക്ക് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ. ഇതൊരു വൈരുദ്ധ്യമല്ലേ എന്ന് തോന്നാം. എങ്ങനെയാണ് മരണമില്ലാത്തവൻ മരിക്കുന്നത്? അതാണ് കാൽവറിയിലെ മരണത്തിൻ്റെ പ്രത്യേകത. മരിപ്പാൻ പാടില്ലാത്തവൻ, മരണമില്ലാത്തവൻ, മരിക്കാൻ സാധ്യമല്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപം ആക്കപ്പെട്ടതുകൊണ്ട്, നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തതുകൊണ്ട്, നമുക്ക് പകരക്കാരനായി നിൽക്കുന്നത് കൊണ്ട് മാത്രം അവൻ മരിക്കുവാൻ ഇടയായി. ഇതാണ് തിരുവെഴുത്ത് വ്യക്തമായിട്ട് പറയുന്നത്. ഞാൻ ഫിലിപ്പ് ലേഖനത്തിലെ വാക്യം ഓർത്തപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന കാര്യം, ഇത് ഒരു അസാമാന്യമായ താഴ്ചയാണ്. അതായത് നിത്യസ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്കുള്ള ഒരു വരവ്. പരിമിതികളില്ലാത്ത ദൈവപുത്രൻ സ്ഥലകാല ബന്ധനത്തിലേക്ക്
വരികയാണ്. പ്രപഞ്ചത്തിൽ ഒതുക്കുവാൻ കഴിയാത്ത ആ അത്യുന്നതനായ ദൈവം ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്ക് ഒതുങ്ങി വരികയാണ്. എന്തൊരു അത്ഭുതമാണ്! നിങ്ങൾക്കറിയാമോ, കാൽവറിയിലെ മരണമെന്ന് പറയുന്നത് ഒരു യാഗമരണമാണ്. അതൊരു ത്യാഗമല്ല. കാൽവറിയിലെ മരണം ഒരു ത്യാഗമല്ല. ത്യാഗമെന്ന് പറയുന്നത് ദൈവത്വത്തിൽ നിന്ന് മനുഷ്യത്വത്തിലേക്കുള്ള വരവ്, താഴ്ച, അതൊരു ത്യാഗമാണ്. കാൽവറിയിലെ മരണം ബലിമരണമാണ്, യാഗമരണമാണ്. ആ മരണം അനുഭവിക്കുവാൻ ദൈവം തൻ്റെ മകനെ, ഞാൻ ഉദ്ധരിച്ചതുപോലെ, തൻ്റെ കൃത്യമായ സമയത്ത് ലോകത്തിലേക്ക് അയച്ചു. ഇത് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. അവൻ്റെ ദൈവാസ്തിക്യത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ജനനത്തിന് മുൻപ് അവൻ ഉണ്ട് എന്ന കാര്യം വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നു. രണ്ടാമത്, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് പറഞ്ഞു പോയതാണ്, അവൻ ജനനത്തിന് മുൻപുണ്ടായിരുന്നവൻ എന്ന് മാത്രമല്ല, അവൻ എന്നും ഉണ്ടായിരുന്നവനാണ്. അതായത് 2000-ഓളം കൊല്ലങ്ങൾക്ക് മുൻപ് ജനിച്ചു, അതിനു മുൻപ് ഉണ്ടായിരുന്നു എന്നല്ല, അവനില്ലാതിരുന്ന ഒരു കാലം ഇല്ല. ഒരുപാട് വാക്യങ്ങൾ ആ ബന്ധത്തിൽ പറയേണ്ടതാണെങ്കിലും 1-2 വാക്യങ്ങൾ മാത്രം വായിക്കാം. അത് ഞാൻ വിശദീകരിക്കുന്നില്ലെങ്കിലും വാക്യം വായിക്കേണ്ടത് ആവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നതുകൊണ്ട് ഞാൻ വായിച്ചു വിടാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങളിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്: ആദിയിൽ വചനമുണ്ടായിരുന്നു. അത് ആ വചനം എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് എന്ന് ആ അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. ജഡം ധരിച്ചു വന്ന വചനം, ലോഗോസ്, ശരീരം ധരിച്ചു വന്ന വചനം. ആ വചനത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് ദൈവത്തോടു കൂടെ ആയിരുന്നു. അടുത്ത വാക്ക്, വചനം ദൈവം ആയിരുന്നു. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ഒരു പ്രസ്താവനയാണ്. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഏറ്റവും വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്ന പുസ്തകമെന്ന് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷമാണ്. ഇവിടെ നാം വായിച്ചത് വചനം അതിലുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ദൈവം ആയിരുന്നു. 2-ാം വാക്യത്തിൽ പറയുന്നത് അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു എന്നുള്ളതാണ്. ആ 2 വാക്യങ്ങളിലും ആദിയിൽ എന്നുള്ള പ്രയോഗം നാം കാണുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു. 2-ാം വാക്യത്തിൽ അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു എന്നാണ്. ജഡമായി തീർന്ന ആ വചനം. ഈ ആദി എന്ന് പറയുന്നത് ഏതാണ് എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തുടങ്ങുന്നത്, അല്ലെങ്കിൽ വേദപുസ്തകം തുടങ്ങുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടെ പറഞ്ഞിട്ടുള്ള ആദി സൃഷ്ടിയുടെ ആദിയാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്ന പ്രപഞ്ച സൃഷ്ടിയുടെ ആദ്യ നാളിനെക്കുറിച്ചാണ് പറയുന്നത് ആദി എന്ന്. ആദിയിൽ അവൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിച്ച ആദി എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ ആദി എന്ന പരാമർശനത്തിന് മുൻപുള്ള ആദിയാണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞ, സാധാരണ വേദപഠിതാക്കൾ പറയുന്ന ഒരു വാക്ക് പറഞ്ഞാൽ അനാദിയിൽ, ആദിക്ക് മുൻപുള്ള ആദിയിൽ, അനാദിയിൽ. അന്നൊന്നുമില്ല, വേറെ ദൈവം മാത്രമേ ഉള്ളൂ. ആ അവസ്ഥയിൽ ക്രിസ്തുവിനെക്കുറിച്ച് പറയുകയാണ്, അവനുണ്ടായിരുന്നു, അവൻ ദൈവത്തോടു കൂടെയായിരുന്നു, അവൻ ദൈവമായിരുന്നു എന്നുള്ളതാണ്. ആദിക്ക് മുൻപുള്ള ആദിയിൽ, അനാദിയിൽ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പ്രാർത്ഥന യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാനൊരു വാക്ക് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു പോകുകയാണ്. ഈ കർത്തൃപ്രാർത്ഥന എന്ന് പറഞ്ഞ് ക്രൈസ്തവർ പൊതുവെ മനസ്സിലാക്കുന്ന പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ളതാണ്. അത് കർത്തൃപ്രാർത്ഥനയല്ല. കർത്തൃപ്രാർത്ഥന അല്ല എന്ന് പറയാനായിട്ടുള്ള കാര്യം, ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ നമ്മുടെ കർത്താവിന് സാധ്യമല്ല എന്നുള്ളതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് കർത്താവിന് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിയാതെ പോകുന്നത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥന എന്തുകൊണ്ടാണ് കർത്താവിന് പ്രാർത്ഥിക്കാൻ കഴിയാത്തതെന്ന് ചോദിച്ചാൽ, ആ പ്രാർത്ഥനയിൽ തന്നെ ഒന്നിലധികം കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായി നാം കാണുന്നത്, അവിടെ ആ പ്രാർത്ഥനയിൽ ഇടയ്ക്ക് നാം വായിക്കുന്നുണ്ട്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ
ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാണ്. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ഒരു കാലത്തും അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല. അവൻ കടങ്ങളില്ല, അവന് പാപങ്ങളില്ല, ആ പാപത്തെക്കുറിച്ച് ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയല്ല, അവന് പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല. ആ പ്രാർത്ഥന അത് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്, കർത്താവിൻ്റെ പ്രാർത്ഥനയല്ല. എന്നാൽ കർത്തൃപ്രാർത്ഥന എന്ന് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം മുഴുവൻ നാം കാണുന്ന പ്രാർത്ഥനയാണ്. ഈ സുവിശേഷം നാം വായിക്കുമ്പോൾ ഇതിൻ്റെ 13-ാം അധ്യായം വരെ, 13-ൻ്റെ ഏതാണ്ട് മധ്യഭാഗം വരെ നമ്മുടെ കർത്താവ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വായിക്കുന്നത് കർത്താവ് 14-ാം അധ്യായത്തിൽ ശിഷ്യന്മാരോട് പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ പറയുകയാണ്. 14, 15, 16 അധ്യായങ്ങൾ. അവിടെ മാളികമുറിയിലെ പ്രസംഗം എന്ന പേരിൽ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു പ്രസംഗമാണ് കർത്താവ് നടത്തുന്നത്. യോഹന്നാൻ 14, 15, 16 മാളികമുറിയിലെ പ്രസംഗം. ആ പ്രസംഗം കഴിഞ്ഞിട്ടാണ് 17-ാം അധ്യായത്തിൽ തുടങ്ങുന്നതിന് ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ എന്നാണ്. അവൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന കഴിഞ്ഞു. അത് മരണത്തിൻ്റെ തലേ രാത്രിയാണ് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന കഴിഞ്ഞ് 18-ാം അധ്യായം തുടങ്ങുന്നത് അവൻ പിടിക്കപ്പെടത്തക്കവണ്ണം കെദ്രോൻ തോട് കടന്ന് തോട്ടത്തിലേക്ക് പോവുകയാണ്. അവനെ അന്ന് രാത്രി പിടിച്ചു. പിറ്റേ ദിവസം രാവിലെ അവനെ കൊല്ലുവാൻ ഗോൽഗോഥ മലയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ 17-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ താൻ പറഞ്ഞ ഒരു വാക്യം അത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളതാണ്. 5-ാമത്തെ വാക്യത്തിൽ താൻ പറഞ്ഞു, ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുൻപേ എനിക്ക് നിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിൻ്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, ലോകമുണ്ടാകുന്നതിന് മുൻപ് ഞാൻ നിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നു. അന്ന് എനിക്കുണ്ടായിരുന്ന ആ മഹത്വത്തിൽ എന്നെ നിൻ്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഈ വാക്ക് വിശദീകരിക്കാൻ പോലും ആവശ്യമില്ലാതെ വണ്ണം അത്ര വ്യക്തമാണ്. ലോകസ്ഥാപനത്തിന് മുൻപ് നീ സ്വർഗത്തിലുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാനും അവിടെ ഉണ്ടായിരുന്നു, നിൻ്റെ അടുക്കൽ ഞാൻ ഉണ്ടായിരുന്നു. ആ മഹത്വത്തിൽ എന്നെ നിൻ്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഇനി അതിൻ്റെ 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത്, പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുൻപ് എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുൻപ് നീ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട്, ലോകസ്ഥാപനത്തിന് മുൻപ് ദൈവപുത്രൻ പിതാവിൻ്റെ അടുക്കലുണ്ട്, പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടവൻ ആയിരുന്നു. ഇന്ന് രാത്രിയിൽ ആ 2 വാക്യങ്ങൾ മാത്രം ആ നിലയ്ക്ക് ഉദ്ധരിച്ച് ഞാൻ ആ അധ്യായം വിടുകയാണ്. ലോകസ്ഥാപനത്തിന് മുൻപ്, ലോകമുണ്ടാകും മുൻപ് പിതാവേ, നിൻ്റെ അടുക്കൽ ഞാൻ ഉണ്ടായിരുന്നു, എനിക്ക് നിൻ്റെ മഹത്വമുണ്ടായിരുന്നു, നീ എന്നെ അന്ന് സ്നേഹിച്ചിരുന്ന ദൈവമാണ്. ഇത് വാസ്തവത്തിൽ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു വസ്തുത കൂടെയാണ്. ഈ അറിയൂസ് എന്ന് പറയുന്ന ഒരു ദുരുപദേശക്കാരനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അദ്ദേഹം യേശുക്രിസ്തു എന്ന് പറയുന്നത് ഒരു സൃഷ്ടി മാത്രമാണ്, പിതാവായ ദൈവത്തിന് സമനായ ഒരാളല്ല, ദൈവത്തോട് അവന് അങ്ങനെ ഒരു ബന്ധം പറയാൻ കഴിയുകയില്ല, ദൈവത്തിന് തുല്യത കൽപ്പിക്കാനായിട്ട് കഴിയുകയില്ല, അവൻ താഴെ നിൽക്കുന്ന ഒരു 2ാം കിട ദൈവമോ അങ്ങനെയൊക്കെ ആയിട്ട് കണക്കാക്കാൻ കഴിയുകയുള്ളൂ എന്ന് വാദിച്ചയാളാണ് അറിയൂസ്. ആ അറിയൂസുമായിട്ട് ഒരു പരസ്യ സംവാദത്തിന് അന്ന് വന്നത് ദൈവത്തിൻ്റെ വിലയേറിയ ദാസനായ അത്തനാസിയോസാണ്. അത്തനാസിയോസുമായിട്ട് ഒരു പരസ്യവേദിയിൽ വെച്ച് ഈ വിഷയം സംസാരിച്ചപ്പോൾ ഒരു വാദമുഖമായിട്ട് പറഞ്ഞു, യേശുക്രിസ്തു ദൈവമല്ല. അപ്പോൾ അത്തനാസിയോസ് 2-3 ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ 1-2 ചോദ്യങ്ങൾ ഇതാണ്: ദൈവം നിത്യപിതാവാണോ? അറിയൂസിൻ്റെ മറുപടി, ദൈവം നിത്യപിതാവാണ്. അത്തനാസിയോസ് ചോദിച്ചു, ആകട്ടെ നിത്യതയിൽ അവൻ ആരുടെ പിതാവായിരുന്നു? അധികം വളച്ചുകെട്ടൊന്നുമില്ലാതെ അത്തനാസിയോസ് ചോദിച്ച ചോദ്യങ്ങളാണ്. ദൈവത്തെ നിത്യപിതാവ് എന്ന് പറയാം, പിതാവിനെ വിളിക്കാം. ആകട്ടെ അവൻ പിതാവാകണമെങ്കിൽ അവന് പുത്രൻ ഉണ്ടായിരിക്കണമല്ലോ. നിത്യതയിൽ അവൻ ആരുടെ പിതാവായിരുന്നു? അറിയൂസിന് മറുപടി ഉണ്ടായില്ല. 2ാമത്തെ ചോദ്യം,
ദൈവസ്നേഹമാണോ? അറിയൂസ പറഞ്ഞോ, അതെ, ദൈവസ്നേഹമാണ്, സ്നേഹവാനാണ് ദൈവം. അങ്ങനെയാണല്ലോ നാം വായിക്കുന്നത്. ആകട്ടെ, ആരെയാണ് നിത്യതയിൽ അവൻ സ്നേഹിച്ചിരുന്നത്? അറിയൂസ് അവിടെ നിന്ന് പോയതാരും കണ്ടില്ലെന്നാണ് ചരിത്രം പറയുന്നത്. താഴെ 2-3 ചോദ്യങ്ങളോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം കഴിഞ്ഞകാല നിത്യതയിൽ സ്നേഹിച്ചുകൊണ്ടിരുന്ന തൻ്റെ വിലയേറിയ പുത്രൻ, അന്ന് പ്രപഞ്ചമില്ല, അന്ന് വേറെ ആരുമില്ല, നാമില്ല, ലോകസ്ഥാപനത്തിന് മുൻപ്, സകലത്തിന് മുൻപ് ദൈവപുത്രൻ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത അവിടെ വ്യക്തമാക്കപ്പെടുകയാണ്. കൊലോസ്യ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ, കൊലോസ്യ ലേഖനവും ക്രിസ്തു എന്ന വ്യക്തിയുടെ മഹത്വത്തെയാണ് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത്. അതിൻ്റെ 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന ഒരു വാക്യമുണ്ട്, 17-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ സർവത്തിനും മുൻപേയുള്ളവൻ. അവിടെ സർവം എന്ന് പറയുന്നത് എല്ലാറ്റിനും മുൻപ് എന്നുള്ള ആശയമാണ്. അതിൻ്റെ 16-ാം വാക്യത്തിലൊക്കെ നമ്മൾ കാണുന്നത് ആ വിശദീകരണമാണ്. ഞാൻ ആ വിശദീകരണം പിന്നാലെ ഒരു വാക്ക് പറയാം. എന്നാൽ ഇത് ശ്രദ്ധിക്കുക, അവൻ സകലത്തിനും മുൻപുള്ളവനായ ദൈവമാണ്. ഇന്ന് രാത്രി യേശുക്രിസ്തുവിൻ്റെ ആസ്തിക്യത്തിൻ്റെ ആ ഒരു ഭാഗം ആ നിലയ്ക്ക് മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ജനനത്തിന് മുൻപ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, നിത്യതയിൽ അവനുണ്ടായിരുന്നു എന്ന് വചനം വ്യക്തമാക്കുകയാണ്. സകലത്തിനും മുൻപ്, സൃഷ്ടിപ്പിന് മുൻപ് ദൈവം മാത്രമുള്ള അവസ്ഥയിൽ അവൻ ദൈവമാണ് എന്നുള്ള കാര്യം തിരുവെഴുത്ത് വളരെ വ്യക്തമായി നമ്മോട് പറയുകയാണ്. 3-ാമത്തെ കാര്യം, ഞാനത് കഴിഞ്ഞ ആഴ്ച ഒരു വാചകം പറഞ്ഞു പോയതാണ്. നമ്മളൊക്കെ ഉണ്ടാകുന്നതിന് ഒരു ബാഹ്യ കാരണമുണ്ട്. ഏത് കാര്യത്തിനും ഒരു കാരണം വേണം. നമ്മുടെ ജനനത്തിന്, നമ്മുടെ നിലനിൽപ്പിന് ഒരു ബാഹ്യ കാരണം ആവശ്യമാണ്. പുറത്തുള്ള ഒരു കാരണം വേണം, അല്ലെങ്കിൽ മറ്റൊന്നിനാലാണ് നാം നിലനിൽക്കാനിടയാകുന്നത്. ഒന്നുമില്ലാതെ നമുക്ക് സ്വയമായിട്ട് നിൽക്കാൻ സാധ്യമല്ല. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, നാം തിരുവെഴുത്തിൽ വായിക്കുന്നത്, ബാഹ്യമായ ഒരു കാരണവും അവൻ്റെ ആസ്തിക്യത്തിന് വേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം, അവൻ സൃഷ്ടിക്കപ്പെട്ടവനല്ല. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് ഒന്നുകൂടെ മടങ്ങി വരുമ്പോൾ, അതിൻ്റെ 1-ാം അധ്യായം ആദ്യത്തെ 2 വാക്യങ്ങൾ നമ്മൾ വായിച്ചതാണ്. 3-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, സകലവും അവൻ മുഖാന്തരം ഉളവായി. അവൻ എല്ലാത്തിനെയും ഉളവാക്കിയ ദൈവമാണ്. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അടുത്ത വാക്ക്, അവനിൽ ജീവൻ ഉണ്ടായി എന്നല്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അപ്പൊ ക്രിസ്തുവിൻ്റെ ജീവന് വേറൊരു കാരണം വേണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല എന്നാണ് വിചാരിക്കുന്നത്. ക്രിസ്തുവിന് ജീവൻ കൊടുത്തത് വേറെ ആരും അല്ല. ക്രിസ്തുവിനെ ജനിപ്പിച്ചു എന്ന് പറയാൻ കഴിയുകയില്ല. അവൻ ജീവൻ ഉള്ളവനാണ്. ഇവിടെ വായിച്ച പോലെ അവൻ സൃഷ്ടിച്ചു എന്നല്ലാതെ അവനെ സൃഷ്ടിച്ചു എന്ന് എങ്ങും നാം വായിക്കുന്നില്ല. അവൻ സകലത്തെയും സൃഷ്ടിച്ചവനാണ്. അവനെ ഉണ്ടാക്കുവാൻ വേറെ ഒന്നും വേണ്ടി വന്നില്ല. അവൻ സൃഷ്ടാവാണ്, അവൻ സൃഷ്ടിയല്ല. കൊലോസ്യ ലേഖനത്തിൽ നിന്ന് ഞാൻ വായിച്ച വാക്യത്തിന് മുൻവാക്യം ഇപ്പോൾ ഒന്ന് വായിക്കാം. 1-ന്റെ 16-ാമത്തെ വാക്യം, 15-ാം വാക്യത്തിൻ്റെ മധ്യഭാഗം മുതൽ. അവിടെ എഴുതിയിരിക്കുന്നത്, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവനെ ആരും ഉണ്ടാക്കിയതല്ല. പിന്നെ എങ്ങനെയാണ് അവിടെ വായിച്ചത്? അവൻ സകലത്തെയും ഉണ്ടാക്കിയവനാണ്. അവിടെ സ്വർഗത്തിൽ ഉള്ളത്, ഭൂമിയിൽ ഉള്ളത്, കാണാൻ സാധിക്കുന്നത്, ഇന്നുവരെ കാണാൻ കഴിയാതെ മറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അതിൻ്റെ താഴെ പറയുന്നത് ദൂതന്മാരുടെ മധ്യത്തിലെ ചില പ്രത്യേക വകുപ്പുകളായിരിക്കാം. സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ 1000 ദൂതവൃന്ദത്തെ ഉണ്ടാക്കിയത്
നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ദൂതന്മാരുടെ കണക്ക് നമുക്കറിയാൻ പാടില്ല. ഒരിക്കൽ മൈക്കിൾ ബ്രൗൺ എന്ന ദേവദാസൻ, താൻ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ദൈവസേനയിലേക്ക് കടന്നുപോയി. മൈക്കിൾ ബ്രൗൺ തൃശ്ശൂർ നെല്ലിക്കുന്ന് ഒരു കൺവെൻഷന് വന്നു. അന്ന് ഞാനും തന്നോടൊരുമിച്ച് സഹപ്രസംഗകനാണ്. അപ്പോൾ മൈക്കിൾ ബ്രൗൺ എന്ന ദേവദാസനാണെന്ന് ബൈബിൾ ക്ലാസ് എടുക്കുന്നത്. ആ ക്ലാസ്സിൽ താൻ പറഞ്ഞു, ദൂതന്മാരുടെ സംഖ്യ നമുക്ക് വേണമെങ്കിൽ എടുക്കാം, തെറ്റുമെന്നറിയാൻ പാടില്ല, എങ്കിലും എടുക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു കണക്ക് ഇതാണ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവരുടെ എണ്ണം 10,000 10,000-ഉം 1000 1000-ഉമാണ്. ആ ദേവദാസൻ പറഞ്ഞത് അത് സാധാരണ നിലയ്ക്ക് വേണമെങ്കിൽ പറയാം 1000 ഗുണം 1000, 10,000 ഗുണം 10,000 എന്ന് പറയാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതിനകത്ത് വരേണ്ടത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കണക്ക് 1000 ഗുണം 1000 ഗുണം 10,000 ഗുണം 10,000. അപ്പോൾ അവിടെ വരുന്നത് കണക്ക് വളരെ വ്യത്യാസത്തിലേക്ക് വരിക. 1000 ഗുണം 1000 ഗുണം 10,000 ഗുണം 10,000. അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, ആ വാക്യത്തെ കൂലങ്കഷമായി പഠിച്ച ദേവദാസന്മാർ പറയുന്നത് ആ പ്രയോഗം മറ്റൊരു കണക്കിലേക്ക് എത്തിക്കുന്നു എന്നാണ്. അതായത് 1000 ഗുണം 1000 എന്ന് 1000 പ്രാവശ്യം ചെയ്യണം, എന്നിട്ട് അതിൻ്റെ ഗുണമിട്ടിട്ട് 10,000 ഗുണം 10,000 എന്ന് 10,000 പ്രാവശ്യം ഗുണിക്കണം. അത് മൊത്തത്തിൽ വരുന്ന സംഖ്യയാണ് ദൂതന്മാരുടെ കണക്ക് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇതിൽ തെറ്റുണ്ടെങ്കിലും ക്ഷമിക്കണം കേട്ടോ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തോട് ചോദിക്കാമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കൃത്യമായിട്ട് അറിയാൻ പാടില്ല, നമ്മുടെ കണക്കുകൾക്ക് അതീതമായി നിൽക്കുന്ന ദൂതവൃന്ദത്തിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ഈ വായിച്ച വാക്യങ്ങളിൽ നാം കണ്ടത് ആ ദൂതന്മാരുടെ അവരുടെ പ്രവർത്തനത്തിലുള്ള വൈവിധ്യത്തിൽ കൊടുത്തിരിക്കുന്ന പേരുകളായിരിക്കാം. ഞാൻ പറഞ്ഞതുപോലെ സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ എന്നൊക്കെ പറയുന്നത് അങ്ങനെയായിരിക്കാം. ആ ദൂതന്മാരെ മുഴുവനും ഉളവാക്കിയത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. അവൻ മുഖാന്തരം അവരുണ്ടായി എന്ന് മാത്രമല്ല, അവൻ്റെ ആവശ്യത്തിനായി, അവനായി സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എത്രയും മനോഹരമായ കാര്യമാണ്. അവൻ സൃഷ്ടിക്കപ്പെട്ടവനല്ല, മറിച്ച് അവൻ സൃഷ്ടാവാണ്, സകലത്തെയും അവൻ സൃഷ്ടിച്ചു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞ മറ്റൊരു വാക്കാണ്, പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ട്. ജീവൻ ലഭിച്ചതല്ല, അവനിൽ തന്നെ ജീവനുണ്ട്. അവനിൽ ജീവനുണ്ട്, തന്നിൽ തന്നെ ജീവൻ അവന് ഉണ്ട് എന്നാണ്. യോഹന്നാൻ 10-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. കർത്താവ് പറഞ്ഞു, എൻ്റെ ജീവനെ എനിക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ അധികാരമുണ്ട്, തിരികെ പ്രാപിക്കാനും അധികാരമുണ്ട്. നമുക്ക് വേണമെങ്കിൽ ജീവൻ ഏൽപ്പിച്ചു കൊടുക്കാം, മരിക്കാം, പക്ഷേ പിന്നെ ജീവിക്കാൻ പ്രയാസമാണ്. ആത്മഹത്യ ചെയ്യാം, പക്ഷേ പിന്നെ അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വരാൻ കഴിയുകയില്ല, മരിച്ചാൽ അതോടെ അവസാനിച്ചു. പക്ഷേ കർത്താവ് പറഞ്ഞു, എനിക്ക് ജീവനെ വെച്ചു കൊടുക്കാം, എനിക്ക് മരിക്കാം, പക്ഷേ മരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ജീവൻ തിരികെ പ്രാപിക്കുവാൻ കഴിയും. അത് സൃഷ്ടാവിന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. വേറെ ഒരു ബാഹ്യമായ സഹായവും അവന് വേണ്ടി വരുന്നില്ല. അവൻ സ്വയ ആസ്തിക്യം ഉള്ളവനാണ്. പുറമേ നിന്നുള്ള ഒന്നും അവൻ്റെ നിലനിൽപ്പിന് കാരണമായിട്ടില്ല എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഇതോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ഞാനതൊരു വിഷയമായിട്ട് മാറ്റി പറയുകയല്ല, അവൻ്റെ മാറ്റമില്ലായ്മ. ഈ 3 കാര്യങ്ങൾ പറയുമ്പോൾ, അതായത് ജനനത്തിന് മുൻപുള്ള അവസ്ഥ, എന്നേക്കുമുള്ള അവസ്ഥ, സ്വയം നിലനിൽക്കുന്ന ആ അവസ്ഥ, അതിനോട് ചേർത്ത് പറയാവുന്ന ഒരു വാക്കാണ് മാറ്റമില്ലായ്മ എന്ന ദൈവികമായ അവസ്ഥ, ഇമ്മ്യൂട്ടബിലിറ്റി. അവൻ നിസ്തുല്യനാണ്, അവന് മാറ്റം ഉണ്ടാകുന്നില്ല. എബ്രായലേഖനം 13-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ 7-ാം വാക്യം പറയുന്നത്, ലോകത്തിൽ നമ്മെ നടത്തുന്നവരെല്ലാവർക്കും ജീവാവസാനമുണ്ട്. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിക്കും. എല്ലാവർക്കും മരണമുണ്ട്. നമ്മുടെ മാതാപിതാക്കന്മാർ മരിക്കും, നമ്മളെ നടത്തുന്ന ഗുരുക്കന്മാർ മരിക്കും, സഭയിലെ എൽഡേഴ്സ് മരിക്കും, ലോകത്തിലെ എല്ലാ ആളുകളും മരിക്കും. മരണത്താൽ മാറ്റപ്പെടുന്നവർ, ജീവാവസാനമുണ്ട്. ആ കാര്യം പറഞ്ഞിട്ടാണ്
8-ാം വാക്യത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് വേദപുസ്തകത്തിലേക്ക് മനോഹരമായ ഒരു വാക്യം പറയുന്നത്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ലോകത്തിൽ എല്ലാവർക്കും മരണമുണ്ട്, പക്ഷേ ക്രിസ്തു മാറ്റമില്ലാതെ നിൽക്കുന്നവരാണ്. ഇന്നലെ എങ്ങനെയാണോ അതുപോലെ ഇന്നെങ്ങനെയാണോ അതുപോലെ നാളെ. അവൻ നിത്യ വർത്തമാനകാല ജീവിയാണ്, മാറ്റമില്ലാതെ നിലകൊള്ളുന്നവനാണ്, എന്നേക്കും അനന്യനാണ്. യഥാവാൻ എന്ന് പറയാം, മാറ്റമില്ലാത്തവൻ എന്ന് പറയാം. അത് കർത്താവിനെക്കുറിച്ച് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാക്കാണ്. ഇതൊക്കെ വലിയ വിഷയങ്ങളാണ്. അതിലേക്ക് മുഴുവനൊന്നും കടന്ന് ഒരു സമഗ്രമായ ഒരു പഠനം നമുക്ക് അസാധ്യമാണ്. അതിൻ്റെ തീരത്തിരുന്ന് ഓരോ വാക്കുകൾക്ക് എടുത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം, ദൈവം എന്താണോ അതാണ് ക്രിസ്തു. അതായത് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ആ വസ്തുതകളിൽ ദൈവം എന്താണ് എന്ന് ചോദിച്ചാൽ നോക്ക്, ഇതാണ് ദൈവം എന്ന് പറയാൻ കഴിയുമാറ് ദൈവത്തെ വെളിപ്പെടുത്തുകയാണ് കർത്താവായ യേശു ക്രിസ്തു. മാത്രമല്ല, ദൈവം എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ക്രിസ്തുവിനെ നോക്ക്. ദൈവം എന്ത് ചെയ്യുന്നോ അത് മുഴുവനും ക്രിസ്തു ചെയ്യുകയാണ്. ദൈവം എന്താണോ അത് കർത്താവാണ്. ദൈവം എന്ത് ചെയ്യുന്നോ അത് കർത്താവ് ചെയ്യുകയാണ്. ഒരു വാക്യം വളരെ മനോഹരമാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്. പ്രതിമ എന്നുള്ള വാക്ക് അർത്ഥം മുഴുവൻ കൊണ്ടുവരുന്നു എന്ന് എനിക്കറിയാൻ പാടില്ല. മലയാളത്തിലെ മറ്റൊരു തർജ്ജമ ആ വാക്ക് കുറച്ചും കൂടെ ശക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇംഗ്ലീഷിലൊക്കെ അർത്ഥം വരത്തക്കൊണ്ടാണ് പറയുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. അർത്ഥം കുറച്ചുകൂടെ ക്ലിയറാണ് എന്ന് വിചാരിക്കുന്നു. അതായത് പ്രതിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ മെഴുക് പ്രതിമയൊക്കെ ഉണ്ടാക്കാറുണ്ട്. കഴിഞ്ഞ കാലത്ത് ജീവിച്ചിരുന്നവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുമായ പലരുടെയും പ്രതിമകൾ ഉണ്ടാക്കാം. അത് ചലിക്കുന്നതാകാം, ചലിക്കാത്തതാകാം, അങ്ങനെയൊക്കെ ആളുകൾക്ക് ഉണ്ടാക്കാൻ ഇന്ന് സാധിക്കും. പക്ഷെ പ്രതിരൂപം എന്ന് പറഞ്ഞാൽ അതെന്താണോ അതുപോലെ തന്നെ അതാണ് പ്രതിരൂപം. അതായത് മറ്റൊന്നിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അതെങ്ങനെയാണോ അത് തന്നെയാണ് ഇത്. പ്രതിരൂപം. ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, അവൻ അദൃശ്യനായ ദൈവത്തെ കാണാൻ സാധ്യമല്ല, കാരണം അവൻ ആത്മാവാണ്. ആത്മാവായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ഞാനതിൽ കൂടുതലായിട്ട് ആ വാക്ക് പറയാൻ വിചാരിക്കുന്നില്ല. കൊലോസ്യർ 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു ശാസ്ത്രത്തിൻ്റെ മനോഹരമായ ഒരു പ്രസ്താവനയാണത്. ക്രിസ്തുവിനെക്കുറിച്ച് പറയുകയാണ്, അവനിൽ അല്ലോ. ക്രിസ്തുവിനെക്കുറിച്ച് 8-ാം വാക്യത്തിൽ പറഞ്ഞിട്ടാണ്, ക്രിസ്തുവിലല്ലോ, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഒരാളെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ദൈവത്തിലുള്ള സകല സമ്പൂർണതയും, ദൈവത്തിലുള്ള സകലവും. ആ സകലവും എന്നുള്ളതിൽ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത കാര്യങ്ങളാണ്. ദൈവത്തിലുള്ള സകലവും അതെന്തൊക്കെയാണോ അത് മുഴുവനും ശരീരത്തിൽ അവിടെ വെളിപ്പെടുക. ദേഹരൂപത്തിൽ, ഒരു ശരീരത്തിൽ അത് വെളിപ്പെടുകയാണ്. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, നാം കാണാത്ത ആത്മാവായ അദൃശ്യനായ ദൈവത്തിൻ്റെ കാണപ്പെടുന്ന രൂപമാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. അദൃശ്യ ദൈവത്തിൻ്റെ ദൃശ്യമായ രൂപം. അവനിലാണ് ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ, അതായത് ആദ്യം തുടങ്ങിയ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങൾ മുഴുവനും ഇവിടെ പറഞ്ഞതുപോലെ ആ പൂർണ്ണത, ഗുണവിശേഷങ്ങൾ നിറഞ്ഞ പൂർണ്ണത, അത് മുഴുവനും കർത്താവായ യേശുക്രിസ്തുവിൽ നാം കാണുകയാണ്. ഇന്ന് രാത്രി നാം സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന കർത്താവ് ദൈവത്തേക്കാൾ കുറഞ്ഞവനല്ല. അവൻ സാക്ഷാൽ ദൈവമാണ്. അവൻ പിതാവിനെ പോലെ തന്നെ ഉള്ളവനാണ്. അവൻ പരിശുദ്ധാത്മാവിനെ പോലെ തന്നെ ഉള്ളവനാണ്. തൃത്വത്തിലെ 2-ാമത്തെ ആളത്വത്തിന് ഒരു കുറവും ഇല്ല. അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായി ഇവിടെ വന്ന്
മനുഷ്യരുടെ മധ്യത്തിൽ ജീവിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി പാർത്ത് മുന്നോട്ട് പോയവനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ഇന്ന് രാത്രി നമ്മെ അത്ഭുതപ്പെടുത്തുന്ന, സന്തോഷിപ്പിക്കുന്ന കാര്യമാണത്. അവൻ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ശരീരമായി വസിച്ചവനാണ്. ഇനി ഈ ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങൾ എങ്ങനെ ക്രിസ്തുവിൽ നമുക്ക് കാണുവാൻ കഴിയും? ഞാനത് അധികം വിശദമാക്കുന്നില്ലെങ്കിലും ആ വാക്കുകൾ ചിലത് പറയാതെ പോകാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഒന്ന് കടന്നു പോവുകയാണ്. ദൈവത്തെക്കുറിച്ച് നാം ആദ്യമായിട്ട് ഓർത്ത ഒരു കാര്യം, ദൈവം സർവശക്തനാണ്. സർവശക്തൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കാര്യം, ദൈവത്തിന് സകലത്തിന്മേൽ സ്വതന്ത്രമായ പരമാധികാരമുണ്ട്. അതാണ് ആ വാക്കിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിൻ്റെ അധികാരം, ദൈവത്തിന് സകലത്തിൻ്റെ മേലും അധികാരമുണ്ട്. സർവശക്തൻ. നമുക്ക് സാധ്യമല്ല. നമ്മളെന്തെല്ലാം നേടി എന്ന് പറഞ്ഞാലും നമ്മുടെ കൈപ്പിടിയിൽ ഒന്നും ഒതുങ്ങുന്നില്ല, നമുക്കറിയാം. എന്നാൽ ദൈവത്തിന് അവൻ്റെ കൈകൾക്കുള്ളിൽ ഒതുങ്ങാത്ത ഒന്നുമില്ല. എല്ലാറ്റിൻ്റെ മേലും അവന് പരമാധികാരമുണ്ട്. യോഹന്നാൻ 1:3 നാം വായിച്ചതാണ്, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായില്ല. അവിടെ പറയുന്നത് സൃഷ്ടിപ്പിൽ ഉള്ള അവൻ്റെ പരമാധികാരമാണ്. ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ അവർ പറയേണ്ട ഉത്തരം ഇതൊക്കെ യാദൃച്ഛികമായിട്ട് ഉണ്ടായതാണ്. കാരണം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിൽ അവർ പഠിക്കുന്ന ആദ്യത്തെ പാഠമൊക്കെ അത് അവരുടെ വളർച്ചയുടെ ആദ്യഘട്ടമായതുകൊണ്ട് നമ്മൾ വളരെ കുതൂഹലത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ അതിനകത്ത് ഒരിക്കൽ ഒരു പാഠം പിള്ളേർ വായിച്ചത് എനിക്ക് രസകരമായി തോന്നി. ദൈവത്തെ വന്ദിക്കുകയാണ്. ആ പാഠപുസ്തകത്തിൻ്റെ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്ന ഒരു പാഠമാണ്, ദൈവത്തെ നമിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. അവിടെ പറയുന്നത്, ദൈവമേ നീ എല്ലാം ഉണ്ടാക്കിയ ദൈവമാണ്. ആകാശത്തിലെ സൂര്യൻ, നക്ഷത്രങ്ങൾ, അവിടുത്തെ ചന്ദ്രൻ, മറ്റ് ഗ്രഹങ്ങൾ എല്ലാം നീയാണ് ഉണ്ടാക്കിയത്. ഭൂമിയിലേക്ക് നോക്കിയിട്ട് ആ പർവ്വതം നിൻ്റെ വകയാണ്, സമുദ്രം നീയാണ് ഉണ്ടാക്കിയത്, ഇവിടുത്തെ മനോഹരമായ പുഷ്പങ്ങൾ എല്ലാം നീയാണ് ഉണ്ടാക്കിയത്. സമുദ്രത്തെ നോക്കിയിട്ട് പറയുകയാണ്, തിരമാലകൾ, അതിനകത്തുള്ള ജീവികൾ എല്ലാം നീയാണ് ഉണ്ടാക്കിയത്. എല്ലാം പറഞ്ഞു വന്നിട്ട് ആ കവിത രചിച്ചയാൾ പറയുകയാണ്, ഈ കുഞ്ഞ് എന്നെ ഉണ്ടാക്കിയതും നീയാണ്, ഞാൻ നിന്നെ നമിക്കുന്നു. എല്ലാം നീയാണ് ഉണ്ടാക്കിയത്, എല്ലാം ഈ പ്രപഞ്ചത്തിലെ സകലം ഉണ്ടാക്കിയത് നീയാണ്, എന്നെ ഉണ്ടാക്കിയത് നീ ആയതുകൊണ്ട് ഞാൻ നിന്നെ നമിക്കുന്നു. ഞാൻ അന്ന് ഓർത്തൊരു കാര്യമുണ്ട്, എൻ്റെ കർത്താവേ, ഇവർ ദൈവായുസ്സ് എന്ന് വളർന്നു വരികയാണെങ്കിൽ ഇവർ കോളേജിൽ പോകുമ്പോൾ ഇവരെ പഠിപ്പിക്കും, എൻ്റെ പിള്ളേരെ ചെറുപ്പത്തിൽ പഠിച്ചതൊക്കെ മണ്ടത്തരമായി പോയി, അങ്ങനെയൊന്നുമല്ല ഈ പ്രപഞ്ചം ഉണ്ടായത്, നമുക്കൊന്നും പിടികിട്ടിയിട്ടില്ല. ആർക്കും അറിഞ്ഞുകൂടാത്ത കാലത്ത് എല്ലാവരും പറയുന്ന പോലെ കറങ്ങിക്കൊണ്ടിരുന്ന ഒരു പിണ്ടത്തിൽ നിന്ന് ഒരു കഷ്ണം അടർന്നുപോയി, അത് കാലങ്ങൾ കൊണ്ട് ഘനീഭവിച്ച് അതിൽ ജലത്തിൻ്റെ അംശമുണ്ടായി, പിന്നെ അത് കുറച്ചുകൂടെ വലുതായി, അതിൽ ജീവി ഉണ്ടായി, അതവിടെ ചലിക്കാൻ തുടങ്ങി, അത് പിന്നെ അത് കരയിലേക്ക് കയറി, കരയിലും വെള്ളത്തിലുമായിട്ട് കഴിഞ്ഞു, പിന്നെ കരയിൽ മാത്രം കഴിയാൻ തുടങ്ങി. അങ്ങനെ പരിണമിച്ച് നമ്മുടെ പൂർവികനായ കുരങ്ങുണ്ടായി. കുറേ കാലം കഴിഞ്ഞ് അതിന് വാല് മുറിഞ്ഞ് നമ്മൾ ഉണ്ടായി എന്ന് പറയുന്ന ഒരു പഠനം. പക്ഷെ പരിണാമശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ ഇതുവരെ ഉണ്ടായിട്ടില്ല. പരിണാമവാദമാണ്, വാദമുഖങ്ങളാണ്. ഇതിനാണ് സാധ്യത, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരാം എന്ന് പറയുകയല്ലാതെ അതൊരു ശാസ്ത്രമായിട്ട് അവതരിപ്പിക്കാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല. അതതിൻ്റെ വലിയൊരു പരിമിതിയാണ്. പരിണാമശാസ്ത്രം എന്നല്ല, പരിണാമവാദം എന്നാണ് ഇപ്പോഴും പറയുന്നത്. അതൊരു വാദമുഖം മാത്രമാണ്. പക്ഷെ നമുക്കറിയാം, നമുക്ക് സംശയമില്ലാത്തത്, വേദപുസ്തകത്തിൻ്റെ ആരംഭം തന്നെ ആ സത്യത്തെ ഉറപ്പിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരുടെ ചരിത്രം പറഞ്ഞു വരുന്ന ഭാഗത്ത് നാം കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. വിശ്വാസവീരന്മാരെ കാണാം. അതിന് മുൻപായിട്ട് നാം വിശ്വാസത്താൽ അറിയുന്നു എന്ന് അവിടെ പറഞ്ഞിട്ടുള്ളൊരു വാക്യമുണ്ട്. 11-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണ് അവിടെ വായിക്കുന്നത്. ലോകം ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു, നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. നമുക്കൊരു സംശയം ഉണ്ടായിട്ടില്ല, ദൈവമാണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്. ഈ അടുത്ത കാലത്തൊക്കെ ക്രൈസ്തവ വിശ്വാസികളെ നയിക്കുന്നവർ പോലും
ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തുള്ള സൃഷ്ടികർമ്മ വിവരണത്തെ വിശ്വസിപ്പാൻ കഴിയുകയില്ല എന്ന് പറയുന്നതും അതൊക്കെ വാർത്താമാധ്യമങ്ങളിലും ലേഖനങ്ങളിലും ഒക്കെ വന്നതും അതിനോട് നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികൾ എന്ന് പറയുന്നവർ അനുകൂലമായി പ്രതികരിച്ചതും ഒക്കെ വായിച്ചപ്പോൾ തോന്നിയ ഒരു ജാള്യതയുണ്ട്. അതായത് ഒന്നുകിൽ ആ പദവി ഉപേക്ഷിക്കുക, എന്നിട്ട് ഈ വാദത്തെ പിന്തുടരുക, അല്ലെങ്കിൽ തിരുവെഴുത്ത് പറയുന്നതിന് അംഗീകരിച്ച് ഒരു ക്രൈസ്തവനായി അഭിമാനത്തോടെ ജീവിക്കുവാൻ ഇടയായിത്തീരുക. അതല്ലേ വേണ്ടത് എന്നെനിക്ക് തോന്നുവാനിടയായി. വേദപുസ്തകം വ്യക്തമായിട്ട് പറയുക, ദൈവമാണ് സകലത്തെയും ഉണ്ടാക്കിയത്. ഇവിടെ ലോകത്തിൽ ആരും ഒന്നും ഉണ്ടാക്കുന്നില്ല. ഈ സൃഷ്ട പ്രപഞ്ചത്തിൽ നിന്ന് രൂപമാറ്റം വരുത്തി വല്ലതും ചെയ്യാൻ ശ്രമിക്കാമെന്നല്ലാതെ ഇല്ലാത്തതിനെ ഉണ്ടാക്കാൻ മനുഷ്യന് കഴിയുകയില്ല. ദൈവത്തെക്കുറിച്ച് പറയുന്നത് മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനുമാണ്. അവിടെ ഒന്നുമില്ല, പക്ഷെ അവന് പേർ ചൊല്ലി വിളിക്കാം. ഈ പ്രപഞ്ചത്തെ അവൻ വിളിച്ചു വരുത്തുന്ന ദൈവമാണ്. തിരുവെഴുത്ത് വായിക്കുന്ന പോലെ അവൻ കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. പ്രപഞ്ചമുണ്ടാകട്ടെ എന്നവൻ കൽപ്പിച്ചു, പ്രപഞ്ചമുണ്ടാകുവാൻ ഇടയായി. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൽ വായിക്കുന്ന സംഭവമാണ്. പൗലോസ് അഥേന എന്ന നഗരത്തിലേക്ക് ചെന്നു. ഇന്നത്തെ ഗ്രീസിൻ്റെ തലസ്ഥാനമായ ആധുനിക ഏഥൻസ്, അതിൻ്റെ പ്രാചീന നാമമാണ് അഥേന എന്ന് പറയുന്നത്. ആ പേര് തന്നെ വരുന്നത് അഥീന എന്ന ദേവതയിൽ നിന്നാണ്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ, അതായത് വിഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു നഗരം, എവിടെ ചെന്നാലും വിഗ്രഹങ്ങളാണ്. ഒരു ചരിത്രകാരൻ പറഞ്ഞത് ആളുകളേക്കാൾ കൂടുതൽ വിഗ്രഹങ്ങൾ കാണാവുന്ന ഒരു നഗരമായിരുന്നു ഏഥൻസ് എന്നാണ്. അങ്ങനെ വിഗ്രഹങ്ങൾ നിറഞ്ഞ ആ നഗരത്തിലേക്ക് പോയി വഴിയിലൂടെ നടക്കുമ്പോൾ പൗലോസിൻ്റെ ഹൃദയം വല്ലാതെ ചൂടുപിടിച്ചു. അവൻ അവിടുത്തെ പ്രസംഗവേദിയായ അരയോപകുന്ന്, മാഴ്സിൻ്റെ നാമധേയത്തിലുള്ള പ്രസംഗവേദിയാണ് അവിടെ വന്നവരാരും ചെറിയ ആൾക്കാരല്ലെന്നാണ് ചരിത്രം പറയുന്നത്. അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും പൈതഗോറസും ഡയോജനീസും അങ്ങനെയുള്ള മഹാരഥന്മാർ പ്രസംഗിച്ച ആ വേദിയിൽ തത്വവിചാരകന്മാരുടെ വിഹാരവേദി എന്നറിയപ്പെടുന്ന ആ പ്രസംഗവേദിയിൽ നിന്നുകൊണ്ടാണ് ലോകം കണ്ട ഏറ്റവും വലിയ സുവിശേഷകനായ പൗലോസ് പ്രസംഗിക്കുന്നത്. അവിടെ കേൾവിക്കാരായിട്ട് വന്നവർ എപ്പിക്കൂര്യരും സ്തോയിക്കരുമാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അക്കാലത്ത് ജീവിച്ചിരുന്ന മഹാപണ്ഡിതന്മാരായ തത്വജ്ഞാനികളാണ് ശ്രോതാക്കളായി മുന്നിൽ ഇരിക്കുന്നത്. അവരുടെ മധ്യത്തിൽ പൗലോസ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാക്യം ഇതാണ്, 24-ാം വാക്യം, പ്രവൃത്തി 17:24. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അവരെ ചിലർ പരിഹസിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. ചിലർ പറഞ്ഞു കൊള്ളാം, ഇനിയും പ്രസംഗം കേൾക്കാം. എന്നാൽ അതിൽ ചില ആളുകൾ അന്ന് വിശ്വസിക്കുവാൻ, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് രാത്രിയിലും അഭിമാനത്തോടുകൂടെ നാം പറയുന്ന കാര്യം, ഈ ലോകവും അതിലുള്ളത് മുഴുവനും ഉണ്ടാക്കിയ ഒരു ദൈവമുണ്ട്, സർവശക്തനായ ദൈവമുണ്ട്. അവൻ്റെ വാക്കുകളാലാണ് ഈ മഹാപ്രപഞ്ചം ഉണ്ടായത്. നിഗൂഢമായ സകലവും അവൻ്റെ വാക്കിനാൽ ഉണ്ടായതാണ്. ആരുണ്ടാക്കി എന്ന് ചോദിച്ചാൽ നമ്മെ രക്ഷിച്ച വാഴ്ത്തപ്പെട്ട കർത്താവാണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്. ഓ, ദൈവത്തിൻ്റെ സ്തോത്രം. സൃഷ്ടിപ്പിൽ അവൻ്റെ പരമാധികാരം നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുകയാണ്. ഞാൻ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം പിന്നെ വായിക്കാമെന്ന് പറഞ്ഞു. ആദ്യം വായിച്ചുകൊണ്ട് ഞാനത് ഉദ്ധരിച്ചു മാത്രം പോകാം. സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. എത്ര മനോഹരമായ ഒരു പ്രയോഗമാണത്. സൃഷ്ടിപ്പിൽ അവൻ്റെ ശക്തി നാം കാണുകയാണ്. ഇനി ഈ പ്രകൃതിയിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ദൈനംദിന ഇടപാടുകളിൽ എങ്ങനെയാണ് ദൈവം തൻ്റെ കരങ്ങളെ നീട്ടുന്നത്, അല്ലെങ്കിൽ ക്രിസ്തു എന്തു ചെയ്യുന്നു? ഒരുപാട് കാര്യങ്ങൾ പറയാം, എന്നാലും 2-3 വാക്യങ്ങളൊന്ന് പറഞ്ഞു പോകാം. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം, നമ്മുടെ കർത്താവിൻ്റെ പരസ്യവേല തുടങ്ങുന്ന രംഗമാണത്. അവിടെ കാനാവിലെ കല്യാണ വീട്ടിൽ നമ്മുടെ കർത്താവ് ക്ഷണിക്കപ്പെടുവാനിടയായി. അവിടെ അവർക്ക് വീഞ്ഞിൻ്റെ അപര്യാപ്തത ഉണ്ടായി. നമ്മൾ വായിക്കുന്നത് അവൻ വെള്ളത്തെ വീഞ്ഞാക്കി. ഈ രൂപാന്തരം എന്നുള്ള വിഷയം നമ്മൾ സാധാരണ പറയാറുണ്ട്. ശരിക്കും പറഞ്ഞ രൂപാന്തരം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ സംഭവിച്ചതാണ് രൂപാന്തരം. വെള്ളം വീഞ്ഞായി മാറുക. ഒരുപാട് രാസപരിണാമങ്ങൾ അതിനിടയ്ക്ക് വരാം. അത് മുഴുവനും നിമിഷാർത്ഥം കൊണ്ട് വരുന്നു. അതാണ് രൂപാന്തരം. അവിടെ ഉണ്ടായത് അതാണ്.
അവന് സാധിക്കും. വേറെ ഒരു നിലയിൽ പറഞ്ഞാൽ, അത് ശാസ്ത്രീയമായി വിലയിരുത്തൽ എന്ന് നിങ്ങൾ അതിനെ അങ്ങനെ വിലയിരുത്തണ്ട, എങ്കിലും ഞാനൊന്ന് പറഞ്ഞു പോകുകയാണ്. എന്താണ് വീഞ്ഞ് എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു ചെടിയുടെ താഴെ നാം ഇട്ടുകൊടുക്കുന്ന വളവും വെള്ളവും ആ ചെടി വലിച്ചെടുത്ത് അത് ഒരു പഴമായി നമ്മുടെ കയ്യിലേക്ക് തരുന്നു. അതാണ് വീഞ്ഞ്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളവും വെള്ളവും കൂടെ ഒരു ചെടിയുടെ തണ്ടിൽ കൂടെ കടന്ന് അത് പുറത്തേക്ക് വരുമ്പോൾ വീഞ്ഞായിട്ട് രംഗത്ത് വരുന്നു. ആകട്ടെ കാനാവിലെ കല്യാണ വീട്ടിൽ നടന്നത് എന്താ? ഞാൻ മുന്തിരിവള്ളിയാണ് എന്ന് പറഞ്ഞവൻ 6 കൽപ്പാത്രങ്ങളിലെ വെള്ളം ശരിക്കും പറഞ്ഞാൽ തന്നിലേക്ക് ആവഹിച്ച് മനോഹരമായി വീഞ്ഞായി അവർക്ക് നൽകി. ഞാൻ പറഞ്ഞത് ഒരു ലളിതമായ കാര്യമാണ്. അതായത് സാധാരണ വീഞ്ഞുണ്ടാകുന്ന പ്രക്രിയ, അവിടെ വീഞ്ഞുണ്ടാക്കണമെങ്കിൽ വീഞ്ഞ് ഉണ്ടാക്കാനുള്ള സംവിധാനം എന്ന് പറയും ഇതാണ്: മുന്തിരിച്ചെടി നടണം, മുന്തിരിച്ചെടിയിൽ കായ് ഉണ്ടാകണം, മുന്തിരിപ്പഴം ഉണ്ടാകണം, ആ മുന്തിരിയിൽ നിന്നാണ് വീഞ്ഞുണ്ടാകുന്നത്. എന്നാൽ യേശുക്രിസ്തു ചെയ്തത് അതിനുവേണ്ടി സമയമൊന്നും എടുത്തില്ല. ആ വെള്ളത്തെ, അവനാകുന്ന ആ മുന്തിരിവള്ളി എടുത്തിട്ട് അവിടെ മനോഹരമായ വീഞ്ഞ് അവൻ നൽകുകയാണ്. പ്രകൃതിയുടെ മേലുള്ള നമ്മുടെ കർത്താവിൻ്റെ അനിതര സാധാരണമായ അധികാരത്തെയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ വെള്ളം വീഞ്ഞാക്കി. മർക്കോസ് 1-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല കേട്ടോ, എങ്കിലും ഉദ്ധരിക്കാൻ പറഞ്ഞു പോകാം. മർക്കോസ് 1-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ, അതുപോലെ അനേക വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്, സുവിശേഷങ്ങളിലുണ്ട്. അവിടെയൊക്കെ നാം വായിക്കുന്നത് അവൻ്റെ അടുക്കൽ കൊണ്ടുവരപ്പെട്ട സകല രോഗികളും സൗഖ്യമായി. അവൻ അസാധ്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മാറാരോഗികൾ വന്നാൽ അവർ സൗഖ്യമാകും, അശുദ്ധാത്മാക്കൾ ഉള്ളവർ വന്നാൽ അവർ സൗഖ്യമാകുന്നു. അവൻ്റെ അടുക്കൽ വന്നവരെല്ലാവരും സൗഖ്യമായിട്ട് മടങ്ങുകയായിരുന്നു. അതിൻ്റെ അർത്ഥം സകല രോഗങ്ങളുടെ മേലും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് അധികാരമുണ്ട്. ദൈവജനത്തോട് ഞാൻ ഒരു വാക്ക് ഇന്ന് രാത്രി പറയട്ടെ. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഇയ്യോബിൻ്റെ പുസ്തകത്തെക്കുറിച്ച് 1-2 വാക്കുകൾ പറഞ്ഞു പോയതാണ്. അതിനോട് ചേർത്ത് ഞാൻ പറയുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പിശാച് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇയ്യോബ് നിന്നെ സ്നേഹിക്കുന്നത് തള്ളിപ്പറയാത്തത്? നീ അവനെ സൂക്ഷിക്കുകയാണ്, നീ അവനെ സൂക്ഷിക്കുന്നു, അവൻ്റെ വീടിനെ സൂക്ഷിക്കുന്നു, അവനുള്ള സകലത്തിനെയും സമ്പത്തിനെയും നീ സൂക്ഷിക്കുകയാണ്, അതുകൊണ്ടാണ് അവൻ നിന്നെ തള്ളിപ്പറയാത്തത്. ദൈവം പറഞ്ഞു, ശരി, വേലി അങ്ങ് പൊളിച്ചോ. വേലി പൊളിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഉണ്ടായതെല്ലാം അസാധാരണമായ സംഭവങ്ങളാണ്. അസാധാരണമെന്ന് പറഞ്ഞാൽ ഷെബ എന്ന് പറഞ്ഞാൽ യമനാണ്. യമനിൽ നിന്നുള്ള ആളുകൾ വന്ന് ആടുമാടുകളെ അല്ലെങ്കിൽ കാളയും ഒക്കെ കൊണ്ടുപോയി വേലക്കാരെയൊക്കെ വെട്ടിക്കൊന്നു എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കാൻ വേണ്ടിയാണ് ആ വാക്കുകളൊക്കെ. ഷെബായർ വന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ, കൽദയർ വന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ 2 പേര് വരിക, 2 ഭാഗത്തു നിന്നാണ് വരുന്നത്. വന്ന് പറയുന്നത് ഒരേ വാക്കുകളാണ്. എല്ലാവരെയും കൊന്നു. ആ കൊന്നു എന്ന് പറയുന്നതിന് അവരെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടിക്കൊന്നു എന്നാണ് പറയുന്നത്. പേടിപ്പിക്കാൻ പിശാച് ചെയ്യുന്ന ഒരു വാക്കാണെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയാകുന്നു? വാള്, പേടി തോന്നുക, അതിൻ്റെ മിന്നുന്ന വായ്ത്തല. പിന്നെ എങ്ങനെയാ വെട്ടിക്കൊന്നു എന്ന് പറഞ്ഞാൽ അവരെ കഷണങ്ങളാക്കി കളഞ്ഞു എന്ന് പറയുക. 2 ഭാഗത്തും ഒരുപോലെയാണ്. അത് കഴിഞ്ഞു. അതിനിടയ്ക്ക് ഒരുത്തൻ വന്ന് പറഞ്ഞു, നിന്നോട് ഒരു വാക്ക് പറയാം, നിനക്ക് ദൈവത്തെ ഭയങ്കര വിശ്വാസമാണല്ലോ. ഷെബായരും കൽദയരും വന്ന് ആടുമാടുകളെയും കഴുതകളെയും ഒട്ടകങ്ങളെയും ഒക്കെ കൊണ്ടുപോയി എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ തീയ് ആകാശത്ത് നിന്ന് വീണ് കത്തി എന്ന് പറഞ്ഞാൽ ദൈവം നിനക്കെതിരാണ്. യോബിനോട് പറഞ്ഞ വാക്കാണ്. ദൈവം നിനക്കെതിരെ നിന്നിട്ട് നിൻ്റെ സകല സമ്പത്തിൻ്റെ മേലും ആ തീ വീണു. ന്യായമായിട്ട് അവന് തോന്നാം, ദൈവവും എതിരായിരിക്കുന്നു. ഇപ്പോൾ ശബായര് മാത്രമല്ല, ദൈവം സ്വർഗത്തിൽ നിന്ന് ഒരു തീ അയച്ചിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ വേറൊരുത്തം വന്ന് പറഞ്ഞു, ഒരു വലിയ സംഭവം ഉണ്ടായി. കാറ്റ് എപ്പോഴും നമുക്കറിയാം, ചുഴലിക്കാറ്റ് വന്നാലാണ് ചുറ്റിക്കറങ്ങുന്നത്. പക്ഷേ ഇവിടുത്തെ കാറ്റ് 4 മൂലയ്ക്കും അടിച്ചെന്ന് പറഞ്ഞാൽ കറങ്ങി വരികയല്ല, 4 മൂലയിലേക്കും ഒരുപോലെ ഇവിടുന്ന് വന്ന് അടിച്ച് ആ അടിസ്ഥാനമുള്ള കെട്ടിടം തകർന്നുപോയി. 10 പിള്ളേരും മരിച്ചു എന്നുള്ള കാര്യമാണ്. അവർ 4 പേരും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു. അത് ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ പ്രത്യേകതയാണ്. അതെങ്ങനെ ഒരുത്തൻ മാത്രം രക്ഷപ്പെടുന്നത്?
എല്ലാവരെയും കൊല്ലുമ്പോൾ അല്ല, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അത് കഴിഞ്ഞപ്പോൾ യോബ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിനക്ക് നന്ദി ദൈവമേ. എവിടെയാണ് പറയുന്നത്? 10 ശവപ്പെട്ടികൾ നിരത്തി വെച്ചിരിക്കുന്നതിൻ്റെ മുൻപിൽ നിന്നൊരു മനുഷ്യൻ പറയുകയാണ്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം അടിവരേണ്ട വാക്യമാണ്. ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല എന്നാണ്. അതിൻ്റെ ഒരർത്ഥം ഇതാണ്, ഇയ്യോബ് ഇങ്ങനെ പോലും ചിന്തിച്ചില്ല, കർത്താവേ ഇങ്ങനെയായിരുന്നോ വേണ്ടത്, ഇത്രയും വേണമായിരുന്നോ, അല്ല ദൈവമേ ഒരാളെയെങ്കിലും അതുപോലും ഇയ്യോബ് പറഞ്ഞ ദൈവത്തിന് അബദ്ധം സംഭവിക്കുന്നില്ല. ദൈവത്തിന് ഭോഷത്വം ആരോപിച്ചില്ലെന്ന് പറഞ്ഞാൽ ദൈവത്തിന് അബദ്ധം സംഭവിക്കുന്നില്ല. സകല സമ്പത്തും പോയപ്പോഴും ദൈവം അബദ്ധം കാണിച്ചിട്ടില്ല. എല്ലാം കത്തിച്ചാമ്പലായപ്പോഴും അബദ്ധം കാണിച്ചിട്ടില്ല. വീട് തകർന്ന് എല്ലാം നഷ്ടമായി 10 മക്കളും മരിച്ചപ്പോഴും ദൈവം അബദ്ധം ചെയ്യുന്നില്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ആ സംഭവം ഉണ്ടായിക്കഴിയുമ്പോഴും പിശാചിന് മനസ്സിലായി താൻ പരാജയപ്പെട്ടു, ഇയ്യോബ് ജയിച്ചു. അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ 2-ാം അധ്യായത്തിൽ അതുകൊണ്ടല്ലേ പിന്നെയും അവന് ദൈവം മുൻപാകെ ചെല്ലേണ്ടി വന്നത്. ദൈവപുത്രന്മാർ ചെല്ലുമ്പോൾ പിശാചും കൂടെ ചെന്നിട്ട് പറയുകയാണ്, എന്തുകൊണ്ടാ എന്നറിയാമോ ദൈവമേ ഇവൻ നിന്നെ തള്ളിപ്പറയാത്തത്? നീ അവൻ്റെ ശരീരത്തെ സ്പർശിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ദൈവം പറഞ്ഞു, ശരി തൊട്ടോ, ശരീരത്തെ സ്പർശിച്ചോ, പക്ഷെ പ്രാണനെ തുടരുത് എന്ന് പറഞ്ഞു. പിന്നെ പിശാച് അവിടെ ചെന്നതായിട്ട് നമ്മൾ വായിക്കുന്ന പോലുമില്ല. അവിടെ ശരീരം മുഴുവനും വ്രണങ്ങൾ നിറഞ്ഞവനായിട്ട് അവൻ മാറുകയാണ്. അവൻ്റെ പ്രാണനെ തൊടാൻ ദൈവം അനുവദിച്ചില്ല. ദൈവം പ്രവർത്തിച്ചു. ദൈവം അവനിൽ കൂടെ ചില വസ്തുതകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ ഒരു കാര്യം ഇന്ന് രാത്രി പറയാം. ഇന്നും അവൻ രോഗങ്ങളുടെ മേൽ അധികാരമുള്ള ദൈവമാണ്. എന്നാൽ ഇന്ന് നടക്കുന്ന പല രോഗശാന്തികൾ എന്ന് പറയുന്നതും വചനത്തോട് 100% കൂറു പുലർത്തുന്നതാണോ എന്ന് ന്യായമായും സംശയം ജനിപ്പിക്കുന്നതാണ്. അത്ഭുതങ്ങൾ നടക്കാം, ഞാനതിനെതിരല്ല. കാരണം യേശുക്രിസ്തുവിന് വെള്ളത്തിന്മീതെ നടക്കാനായിട്ട് ഒരു പ്രയാസവുമില്ല, അവൻ നടന്നിട്ടുണ്ട്. എന്നാൽ ഗലീലാക്കടൽ സ്ഥിരമായിട്ട് അവൻ കടക്കുന്നത് വെള്ളത്തിന്മീതെ നടന്നല്ല, അവൻ പോകുന്നത് മുഴുവനും പടകിലാണ്. അത്ഭുതം വേണമെങ്കിൽ അവൻ ചെയ്യും, പക്ഷെ അത്ഭുതങ്ങൾ മാത്രമായി നടത്താൻ അവൻ വന്നവനല്ല. വേണമെങ്കിൽ അവനത് ചെയ്യുന്നവനാണ്. എനിക്ക് തോന്നുന്നു ഇക്കാലത്തും ദൈവത്തിന് ചെയ്യാൻ കഴിയും. പക്ഷേ അത്ഭുതങ്ങൾ എന്നതിൻ്റെ മറവിൽ ഇന്ന് നടക്കുന്ന അനേക സംഭവങ്ങൾ വചനവിരുദ്ധമാണ് എന്നുള്ള കാര്യം നാം അറിയേണ്ടതാണ്. ദൈവത്തിന് അധികാരം. പൗലോസ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ചവനാണ്. പ്രവൃത്തി 20-ാം അധ്യായത്തിൽ വായിക്കുന്നത് അവൻ മരിച്ചുപോയ ഒരാളെ എഴുന്നേൽപ്പിച്ച മനുഷ്യനാണ്. പക്ഷേ പൗലോസ് മരിക്കുന്നത് വരെ ഒരു രോഗിയായിരുന്നു. അവൻ പ്രാർത്ഥിച്ചു ഇത് മാറാൻ. അപ്പോൾ ദൈവം ചോദിച്ചു, ഒരുപക്ഷെ എങ്ങനെ ചോദിച്ചു വേണമായിരിക്കും, പൗലോസേ നിൻ്റെ മുമ്പാകെ ഞാൻ ഒരു വിഷയം പറയാം, നിനക്ക് രോഗം മാറണോ അതോ എൻ്റെ കൃപ വേണോ? പൗലോസ് എടുത്തു പറഞ്ഞു, കർത്താവേ മതി, കൃപ മതി, രോഗം മാറണ്ട, അതവിടെ ഇരുന്നോട്ടെ. അതിനുശേഷം പറയുകയാണ്, അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകൾ പ്രശംസിക്കുമെന്ന് പറഞ്ഞാൽ ആ രോഗം ഇരിക്കട്ടെ, ആ രോഗത്തിൽ കൂടെ ദൈവം എന്നിൽ വൻകാര്യങ്ങൾ ചെയ്യുന്നത് ലോകം കാണട്ടെ. അതല്ലേ ഉണ്ടായത്. ഒരിക്കലും യേശുദാസൻ പറഞ്ഞതുപോലെ ശൂലം ഉള്ള പൗലോസിന് ഉപയോഗിക്കാൻ ദൈവത്തിന് ഒരു പ്രയാസവുമില്ല. ശാരീരികമായ ബലഹീനതയുള്ള പൗലോസിനെ ദൈവത്തിനായിട്ട് ഉപയോഗിക്കാൻ ദൈവത്തിന് ഒരു പ്രയാസവുമില്ല. പക്ഷെ നിഗളിയായ പൗലോസിനെ ഉപയോഗിക്കാൻ കഴിയുകയില്ല, നിഗളിയെ ഉപയോഗിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവം അവൻ എന്തുകൊണ്ടാണ് രോഗം കൊടുത്തതെന്ന് ചോദിച്ചാൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിനാണ്. ആ രോഗത്തെ സന്തോഷത്തോടെ അവൻ സ്വീകരിച്ചു, ആ രോഗത്തെ അവൻ ആസ്വദിച്ചു എന്നുള്ളതാണ് വാസ്തവം. മരണം വരെയും ആ രോഗത്തോടുകൂടെ ദൈവത്തിനായിട്ട് അവൻ ജീവിച്ചു. എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, രോഗങ്ങളുടെ മേൽ നമ്മുടെ ദൈവത്തിന് അധികാരമുണ്ട്. നാം പ്രാർത്ഥിച്ചാൽ ദൈവം തൻ്റെ ഹിതം നിവർത്തിക്കും. നമുക്ക് പ്രാർത്ഥിക്കാൻ അവകാശമുണ്ട്, എങ്കിലും ദൈവത്തിന് പരമാധികാരമുണ്ട്.
ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു വാക്കാണ്, എങ്കിലും ചേർത്ത് പറയട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം, ഇയ്യോബിൻ്റെ ആ കഷ്ടതയുടെ നടുവിൽ സഹോദരന്മാർ വന്നു, അവർ പലതും പറഞ്ഞു. 4 പേര് നാം കാണുന്നുണ്ട്. അത് കഴിയുമ്പോൾ ദൈവരംഗത്തേക്ക് വന്നു. ദൈവരംഗത്തേക്ക് വന്നിട്ട് ഇയ്യോബിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ചോദ്യം ഇയ്യോബുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തതാണ്. ചോദിച്ചെന്തൊക്കെയാ? നിനക്ക് കാട്ടാടുകളുടെ പ്രസവകാലം അറിയാവോ? നിനക്ക് മുതലയെ പരിചയമുണ്ടോ? മഹാനക്രത്തെ നീ കണ്ടിട്ടുണ്ടോ? എനിക്ക് അത്ഭുതം. ഇത് തമ്മിലുള്ളൊരു ബന്ധം എന്താ? ആ ചോദ്യവുമായിട്ട് ഇയ്യോബിൻ്റെ ജീവിതത്തിൻ്റെ ബന്ധം എന്താണ്? പക്ഷേ നമ്മൾ വായിക്കുന്നത് 42-ാം അധ്യായം തുടങ്ങുന്ന സമയത്ത് ഇയ്യോബിന് ഒരു കാര്യം മനസ്സിലായത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ദൈവമേ, നിനക്ക് സകലവും കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ മക്കളെ കൊല്ലാൻ മാത്രമല്ല, അവരെ വേണമെങ്കിൽ തിരികെ തരാനും നിനക്ക് കഴിയും. ഈ അഴിയുന്ന ശരീരത്തെ മാറ്റാൻ നിനക്ക് കഴിയും, അതിനെ പുതുക്കാൻ നിനക്ക് കഴിയും. ഒരു പ്രയാസവുമില്ല. നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. പക്ഷെ അതിൻ്റെ കൂടെ പറഞ്ഞു, നിനക്ക് സകലവും സാധ്യമെന്നും നിൻ്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അതായത് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അവരെല്ലാം കഴിയും. രോഗം തരാനും മാറ്റാനും അവന് കഴിയും. മുറിവേൽപ്പിക്കാനും മുറി കെട്ടാനും അവന് കഴിയും. മക്കളെ തരാനും കൊല്ലാനും തിരികെ നൽകാനും അവന് കഴിയും. പക്ഷേ അവനൊരു ഉദ്ദേശമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങളിലും ഈ ദൈവ ഉദ്ദേശത്തെ മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാം സാധിക്കും, പക്ഷേ അവൻ്റെ മഹത്തായ ഉദ്ദേശം അവൻ സാധിപ്പിക്കുന്ന ദൈവമാണ്. 57-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഇങ്ങനൊരു വാക്കുണ്ട്, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവമെന്ന്. ശരിക്കും ആ മലയാള തർജ്ജമ മുഴുവൻ അർത്ഥവും കൊണ്ടുവരുന്നതല്ല. അവിടെ ശരിയായിട്ട് പറയേണ്ടത്, എന്നിൽ നിൻ്റെ ഉദ്ദേശം നീ പൂർണ്ണമാക്കും എന്നാണ്. എന്നെക്കുറിച്ച് എന്ത് നീ ആഗ്രഹിക്കുന്നുവോ അത് മുഴുവനായിട്ടും നീ നിവർത്തിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിൽ ആ ദൈവത്തെ വിശ്വസിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അവന് രോഗങ്ങളുടെ മേൽ അധികാരമുണ്ട്. അത് കർത്താവ് വ്യക്തമാക്കുവാൻ ഇടയായി. മറ്റൊരു കാര്യം, പ്രകൃതി ശക്തികളെ അവൻ നിയന്ത്രിക്കുന്നവനാണ്. മർക്കോസ് 5-ാം അധ്യായം 39-ാം വാക്യം. മർക്കോസിന് സുവിശേഷം 5-ാം അധ്യായം 39-ാം വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ കാറ്റിനെ കടലിനെ ശാസിച്ച് അമർത്തി എന്നുള്ളതാണ്. അവന് സാധിക്കും. യോഹന്നാൻ 11-ാം അധ്യായത്തിൻ്റെ 43-44 വാക്യങ്ങൾ പറയുന്നത്, യോഹന്നാൻ 11:43-44, നമ്മുടെ കർത്താവ് ജീവൻ്റെ മേലും മരണത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ്. ലാസറിനെ എഴുന്നേൽപ്പിക്കുന്നതിലൂടെ ആ കാര്യം കർത്താവ് വ്യക്തമാക്കി. യോഹന്നാൻ 17-2 വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത്, നിത്യജീവൻ കൊടുക്കാൻ നിനക്ക് അധികാരമുണ്ട്. ജീവൻ എന്നല്ല, നിത്യജീവൻ, എന്നേക്കുമുള്ള ജീവൻ. ഒടുവിൽ ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ 20-ാം വാക്യത്തിൽ പറഞ്ഞു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടുന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ വരുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്നാണ്. ആ വാക്യം കുറിക്കൊള്ളേണ്ട വാക്കാണ്. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. ഇതിന് സമാനമായ ഒരു വാക്യമാണ് 1 യോഹന്നാൻ 3:2. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ നാം കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവിൽ നമുക്ക് സംഭവിക്കുന്ന അത്ഭുതകരമായ ഒരു വ്യത്യാസമാണ് അവിടെ പൗലോസ് പറയുന്നത്. ഞാൻ കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യേകതകളിലേക്ക് കടന്നു പറയാൻ സമയം പോകും, എങ്കിലും ഞാൻ 2-3 വാക്കുകൾ പറയാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് പറയുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 50 മുതലുള്ള വാക്യങ്ങളിൽ ഈ 2 കാര്യങ്ങളും എടുത്തു പറഞ്ഞിട്ടുണ്ട്.
അതായത് നമ്മുടെ കർത്താവിൻ്റെ വരവിൽ മരിച്ചുപോയ സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേറ്റ് വരും. കർത്താവിൻ്റെ വരവ് സംഭവിക്കുന്ന കാര്യമാണ്. മരിച്ചുപോയ സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കും. അതിനോട് കൂടെ അതിൻ്റെ തൊട്ടു പിന്നാലെ ജീവിച്ചിരിക്കുന്ന സകല വിശുദ്ധന്മാരും രൂപാന്തരപ്പെടും. അവർ മരിക്കുന്നില്ല, അവർ മരണം കൂടാതെ ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. മരിച്ചുപോയവർ ഉയർത്തെഴുന്നേറ്റ് വരുന്നു, ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടുന്നു. ഇതിന് രണ്ടിനും കൂടെ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് കണ്ണിമയ്ക്കുന്ന സമയമാണ്. ഇതിൻ്റെ മൂലാർത്ഥങ്ങളിലേക്ക് ഞാൻ പോകുകയല്ല, മനസ്സിലാക്കാനുള്ള ഒരു സാധാരണ അർത്ഥം മാത്രം ഞാൻ പറയാം. കണ്ണിമയ്ക്കുക എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്ന സമയമല്ല. കണ്ണിമയ്ക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഒരു സൂചിയിൽ നൂല് കോർക്കുകയാണ് എന്ന് വിചാരിക്കുക. അതിനിടയ്ക്ക് എത്രയോ പ്രാവശ്യം നമ്മുടെ കണ്ണ് അടഞ്ഞു തുറക്കുന്നുണ്ട്, പക്ഷേ കാഴ്ചയ്ക്ക് വിഘാതമുണ്ടാകുന്നില്ല. കണ്ണടച്ചു പോയതുകൊണ്ട് അയ്യോ നൂല് എതിലേ പോയത് എന്ന് കണ്ടില്ല, അങ്ങനെ വരികയില്ല. സൂക്ഷ്മമായിട്ട് തന്നെ നോക്കുന്നത്, ആ സൂചിയുടെ ചെറിയ കുഴയിലൂടെ നാം നൂല് കടത്തുകയാണ്. കാഴ്ചയ്ക്ക് തടസ്സം വരാതെ സംഭവിക്കുന്നതാണ് കണ്ണിമയ്ക്കുക എന്ന് പറയുന്നത്. അത് ഒരുപക്ഷെ സമയത്തിൻ്റെ ഏറ്റവും ചെറിയ പരിച്ഛേദമായിരിക്കാം. കർത്താവിൻ്റെ വരവിൽ പുനരുത്ഥാനവും രൂപാന്തരവും നടക്കുന്നത് കണ്ണിമയ്ക്കുന്ന സമയത്തിനും ഇടയിലാണ്. അപ്പോൾ അതിന് ഒരു സെക്കൻഡിൻ്റെ എത്ര കോടി ചെറുതാക്കാമോ അത്രയും എന്ന് വിചാരിക്കുക. അതിൻ്റെ ഉള്ളിൽ ഇത് രണ്ടും കൂടെ നടക്കാനിടയാകും. അവിടെ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് സംഭവിക്കും. അതായത് നാം വായിക്കുന്നത്, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിക്കും. അതായത് ദ്രവത്വം മരണശേഷം ഉണ്ടാകുന്ന കാര്യമാണ്. മരിക്കുമ്പോഴാണ് ദ്രവത്വത്തിലേക്ക് തിരിയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ദ്രവത്വമില്ല, ജീവിച്ചിരിക്കുമ്പോൾ ക്ഷയമാണ് ഉണ്ടാകുന്നത്, ക്ഷയിച്ചു പോവുകയാണ്. എന്നാൽ മരിക്കുമ്പോൾ ദ്രവത്വത്തിലേക്ക് നാം മാറുകയാണ്. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ എന്ന് പറയുന്നത് മരിച്ചു പോകുന്നവരെ കുറിച്ച് പറയുന്ന കാര്യമാണ്. കൂടെ പറഞ്ഞു, ഈ മർത്യമായത് അമർത്യത്വത്തെ ധരിക്കും. അതായത് രൂപാന്തരത്തെക്കുറിച്ച് പറയുകയാണ്. മരണം കൂടാതെ അമർത്യതയിലേക്ക് മാറ്റപ്പെടുകയാണ്. ഇവ രണ്ടു കൂട്ടരും ചോദിക്കുന്ന ഒരു ചോദ്യം അവിടെ എഴുതിയിട്ടുണ്ട്. ഹേ മരണമേ, നിൻ്റെ ജയം എവിടെ? ഹേ മരണമേ, നിൻ്റെ വിഷമുള്ള എവിടെ? അത് ശരിക്കും അർത്ഥം മുഴുവനും കൊണ്ടുവരുന്നതല്ല. ഒരു കൂട്ടർ ചോദിക്കുകയാണ്, ഹേ മരണമേ, നിൻ്റെ ജയം എവിടെ എന്ന് ചോദിക്കുന്നത് ദ്രവത്വത്തിൽ നിന്ന് വരുന്നവരാണ്. അതായത് മരിച്ചു പോയവരാണ് ആ ചോദ്യം ചോദിക്കുന്നത്. ഹേ മരണമേ, ഇംഗ്ലീഷിൽ വായിച്ചാൽ ഓ ഗ്രേവ്, വേർ ഈസ് ദൈ വിക്ടറി എന്നാണ്. അല്ലയോ കല്ലറകളെ, നിന്റെ ജയം എവിടെയാണ്? മരിച്ചുപോയവർ എഴുന്നേൽക്കുമ്പോൾ ചോദിക്കുകയാണ്, ഇത്രയും നാൾ ഞങ്ങളെ കല്ലറ പിടിച്ചു വെച്ചല്ലോ, ഇനി എന്തേ പിടിക്കാത്തതാ, ഞങ്ങൾ പറന്നു പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് കല്ലറകളെ വെല്ലുവിളിച്ച് അവർ പറന്നുയരും. ദ്രവത്വം അദ്രവത്വത്തെ പ്രാപിക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവർ ചോദിക്കുക, മരണമേ, നിൻ്റെ വിഷമുള്ള എവിടെയാ? എല്ലാവരെയും നീ കൊന്നല്ലോ, ഞങ്ങളെ എന്താ കൊല്ലാത്ത? വിഷമുള്ള ഞങ്ങളിലേക്ക് വരാത്തതെന്താ? ഞങ്ങൾ മരിക്കുന്നില്ല, രൂപാന്തരപ്പെടുകയാണ് എന്ന് പറഞ്ഞ് നിത്യതയിലേക്ക് അവർ സ്വീകരിക്കപ്പെടും. അതിനിടയ്ക്ക് ഒന്നും പറയാനുള്ള അവസരം ഉണ്ടായിരിക്കില്ല. കാരണം ഈ കണ്ണി വയ്ക്കുന്നതിനിടയിൽ ഇതെല്ലാം നടക്കുമെങ്കിൽ അവിടെ പറയാനും ചെയ്യാനും ഒന്നും സമയമുണ്ടായിരിക്കുകയില്ല. എന്നാൽ അവിടെ നിറവേറുന്ന ഒരു വാക്യമുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 57-ാം വാക്യത്തിൽ വായിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അത് സംഭവിക്കാൻ പോകുകയാണ്. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച്, കർത്താവായി സ്വീകരിച്ച് പാപപരിഹാരം പ്രാപിച്ചവർ സകല വിശുദ്ധന്മാരും, അവർ മരിച്ചുപോയവരാണെങ്കിൽ പുനരുത്ഥാനം ചെയ്ത് കല്ലറകളെ വെല്ലുവിളിച്ചു വരികയും, അതേ സമയത്ത് ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് മരണം കൂടാതെ കർത്താവിനോട് ചേരുകയും അവനോടുകൂടെ എന്നേക്കും വസിക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. പക്ഷെ അത് എങ്ങനെയായിരിക്കും ഉയർക്കുന്നത്? 17-ാം സങ്കീർത്തനത്തിൻ്റെ 15-ാം വാക്യത്തിൽ സാധാരണ പറയുന്നൊരു വാക്യമാണ്, ഞാൻ ഉണരുമെന്ന് പറയുന്നതിനെക്കുറിച്ച് പറയുന്നത്, ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും. മലയാളത്തിൽ ആ വാക്ക് അത്രയും കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പക്ഷേ എങ്ങനെ ഉണരും എന്ന് ചോദിച്ചാൽ
ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ കൊടുത്തിരിക്കുന്ന വാക്ക് വിത്ത് ദൈ ലൈക്ക്നെസ്. ഞാൻ ഉണരും. എങ്ങനെയാണ്? ഞാൻ നിനക്ക് തുല്യനായി ഉണർന്നു വരും. ഓ ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരിക്കൽ ദൈവപുത്രൻ്റെ മുഖം കാണും. ഭക്തനായ ദേവദാസൻ പാടിയതുപോലെ, എനിക്കായി കണ്ണീരൊലിച്ച തൃക്കണ്ണിൻ സ്നേഹശോഭയെ ഞാൻ കാണും. മുറിവേൽപ്പിക്കപ്പെട്ട ശരീരത്തെ തേജസ്സോടുകൂടെ ഞാൻ കാണാൻ പോവുകയാണ്. നീ കാണുന്നത് എങ്ങനെയുള്ള ശരീരത്തിലാണ്? തിരുവെഴുത്ത് പറയുകയാണ്, ഞാൻ നിനക്ക് തുല്യനായി ഉണർന്നു വരും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശരീരം താഴ്ചയുള്ള ശരീരമാണ്. പക്ഷേ ഈ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുവാനും, അല്ല മരണം വഴിയായി നാം മാറ്റപ്പെട്ടാൽ ആ ശരീരത്തെ അദ്രവത്വത്തിലേക്ക് തിരിക്കുവാനും കഴിയുന്ന, സകലവും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തി കൊണ്ട് അവനത് സാധിപ്പിക്കും. നമ്മുടെ മുൻപാകെയുള്ള പ്രത്യാശ അതാണ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അവൻ സർവശക്തനായ ദൈവമാണ്. ശരീരം മണ്ണിലേക്ക് ലയിച്ചാൽ പിന്നെ ഒന്നും കഴിയുകയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിലുണ്ടായ, കുറുപ്പുംപടിയിലുണ്ടായ ആ വലിയ കൊലപാതകം നാടിനെ നടക്കുകയാണ്. അതൊക്കെ മുതലെടുക്കുന്ന ആൾക്കാരും അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ജിഷ എന്ന് പറയുന്ന സ്ത്രീയുടെ കൊലപാതകം. ഈ ഇന്നലെയൊക്കെ വായിച്ചു, ജഡ്ജിമാർ വരെ പറയുന്നത് തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു പോയി. ശരീരം കത്തിച്ചതോടുകൂടെ ആ ശരീരത്തിൽ നിന്ന് മറ്റൊന്നും എടുക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയായി ശരീരം ദഹിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ പ്രാണനാഥൻ്റെ മടങ്ങി വരവിൽ സകല ശരീരങ്ങളും, വിശുദ്ധന്മാരുടെ സകല ശരീരങ്ങളും ഉയർത്തെഴുന്നേറ്റ് വരും. അവന് തുല്യമായി നാം ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അഴിയുന്ന ശരീരം. ഒരിക്കൽ ഈ നമ്മുടെ പൗലോസ് തുടിയൻ എന്ന കർത്താവിൻ്റെ ദാസൻ എഴുതിയൊരു പാട്ട് എന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. വരുമൊരു നാൾ പ്രാണപ്രിയൻ എന്നുള്ള പാട്ട്. അതിൻ്റെ ഒടുവിൽ പറയുന്നത്, അഴിയുമൻ ദേഹം, അഴിയുമൻ ദേഹം പുഴു തിന്നാലും അഴിയാമഹത്വത്തിൽ തേജസ്സിൽ വാഴും. അഴിയുന്ന ദേഹം പുഴു തിന്നാലും. അപ്പോൾ ആ പാട്ട് എഴുതിയ സമയത്ത്, എഴുതി കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ ദാസൻ ചെറിയാൻ സാറിനെ ആ പാട്ട് പൗലോസ് തുടിയൻ കാണിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് നോക്കിയിട്ട് പറഞ്ഞു, നല്ല പാട്ട്, നന്നായിരിക്കുന്നു, പക്ഷേ ആ ഒടുവിലത്തെ വരി ഒന്ന് തിരുത്താമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതെന്താ സാറേ എന്ന് ചോദിച്ചു. അത് വേറെ കുഴപ്പമൊന്നുമില്ല, അഴിയും എൻ ദേഹം പുഴു തിന്നാലും എന്ന് പറഞ്ഞാൽ അതിന് ഒരു അർത്ഥമുണ്ട്. പക്ഷേ ആദ്യം എഴുതിയത് അങ്ങനെയല്ലായിരുന്നു. പുഴു തിന്നുന്ന എൻ്റെ ദേഹം അഴിഞ്ഞു പോയാലും അഴിയാമഹത്വം. ശരിയാണ്, തൻ്റെ അന്നത്തെ ശാരീരികമായ സ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് പാട്ട് എഴുതിയത്. പുഴു തിന്നുന്ന ഒരു ശരീരമാണ്, അത് അഴിഞ്ഞു പോയാലും അഴിയാമഹത്വത്തിൽ തേജസ്സിൽ വാഴും. അപ്പോൾ ചെറിയാൻ സാറ് പറഞ്ഞു പോലും, അങ്ങനെ എഴുതിയാൽ പൗലോസിന് തന്നെ പാടാം. എന്നാൽ അതായത് പുഴു തിന്നുന്ന ശരീരം ആണിപ്പോൾ, അത് അഴിഞ്ഞു പോയാൽ എന്ന് പാടിയ പൗലോസിൻ്റെ അവസ്ഥയിൽ അത് പാടാം. എന്നാൽ ഇങ്ങനെ തിരുത്തിയാൽ, അഴിയുന്ന ദേഹം പുഴു തിന്നാലും അഴിയാമഹത്വത്തിൽ എന്ന് ചേർത്തയാൽ എല്ലാവർക്കും പാടാമെന്ന് പറഞ്ഞു. പൗലോസ് തുടിയൻ ദേവദാസൻ പറഞ്ഞു, അങ്ങനെ തന്നെ സാറേ, എനിക്കത് മനസ്സിലായില്ലായിരുന്നു എന്ന് പറഞ്ഞ് അപ്പം തന്നെ തിരുത്തിയെന്ന് കേട്ടിട്ടുണ്ട്. ഈ ശരീരം അഴിഞ്ഞു പോകുന്നതാണ്, ഇത് പുഴു തിന്നുന്നതാണ്. പക്ഷെ അതിനെ രൂപാന്തരപ്പെടുത്തുവാനും ഉയർത്തെഴുന്നേൽപ്പിക്കുവാനും കഴിയുന്ന വ്യാപാര ശക്തിയുള്ളവനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ഞാൻ ഇന്ന് രാത്രി പറഞ്ഞ് നിർത്തിയത് ഇങ്ങനെയാണ്, അവൻ സർവശക്തനായ ദൈവമാണ്. ഒരു ബലഹീനനെ പോലെ ഇവിടെ വെച്ച് ക്രൂശിക്കപ്പെട്ടവനാണെങ്കിലും അവൻ ഇന്ന് രാത്രി ശക്തിയിൽ ജീവിക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. അവൻ്റെ അധികാരം, ഞാൻ പറഞ്ഞതുപോലെ അവൻ്റെ സൃഷ്ടിപ്പിലുള്ള അധികാരം, പ്രകൃതിയിലുള്ള അധികാരം, അവന് രോഗങ്ങളുടെ മേലുള്ള അധികാരം, അവൻ അധികാരമില്ലാത്ത ഒന്നുമില്ല. അവൻ്റെ പരമാധികാരത്തിൻ്റെ മുൻപാകെ ഇന്ന് രാത്രിയിൽ നമ്മുടെ ശിരസ് അവനമ്രമാക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ.